കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്ക് ഒരു പ്രാവശ്യം കൂടെ നമ്മുടെ പ്രാണനായകനും പൊന്നുതമ്പുരാനുമായ കർത്താവിനെ ആരാധിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ശേഷം നമുക്ക് അടുത്ത ദിവസങ്ങളിൽ കർത്താവിനോട് ചേർന്ന് ജീവിക്കുവാനുള്ള ആത്മീയ ഭക്ഷണത്തിന് മുമ്പാകെ നാം ആയിരിക്കുന്നു. നമുക്ക് തീർച്ചയായിട്ടും ദൈവം അതിൽ നിന്ന് അനുഗ്രഹം നൽകും. ഈ നാളുകളിലെല്ലാം പരമാർത്ഥ ഹൃദയത്തോടുകൂടി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സഹോദരന്മാരിൽ കൂടെ നമ്മോട് സംസാരിക്കുന്നുണ്ട്. കേൾക്കുന്നവർക്കായിട്ടും അതനുസരിച്ച് ജീവിക്കുന്നവർക്കായിട്ടും ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നമുക്ക് വീണ്ടും വിശുദ്ധ വേദപുസ്തകം യോഹന്നാന്റെ സുവിശേഷം അതിൻ്റെ 1-ാമത്തെ അധ്യായത്തിൽ നിന്നും അതിൻ്റെ 35-ാമത്തെ വേദഭാഗം തൊട്ട് 39-ാമത്തെ വേദഭാഗം വരെ ഒന്ന് വായിക്കുവാനും അതിൽ നിന്ന് ദൈവം നമ്മളോട് എന്താണ് സംസാരിക്കുന്നതെന്ന് ഒന്ന് ചിന്തിക്കുവാനും കണ്ടും ആഗ്രഹിക്കുവാനും വിശുദ്ധ വേദപുസ്തകം യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 35 തൊട്ട് 39-ാമത്തെ വേദഭാഗം വരെ വേഗത്തിലൊന്ന് വായിക്കട്ടെ. അവൻ പറഞ്ഞത് ആ രണ്ട് ശിഷ്യന്മാർ കേട്ട് യേശുവിനെ അനുഗമിച്ചു. യേശു തിരിഞ്ഞ് അവർ പിന്നാലെ വരുന്നത് കണ്ട് അവരോട് നിങ്ങൾ എന്തന്വേഷിക്കുമെന്ന് ചോദിച്ചു. അവർ റബ്ബി എന്ന് വെച്ചാൽ ഗുരു, നീ എവിടെ പാർക്കുന്നു എന്ന് ചോദിച്ചു. അവൻ അവരോട് വന്നു കാണുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ അവൻ വസിക്കുന്ന ഇടം അവർ കണ്ട് അവനെ അവരോട് പാർത്തു. അപ്പോൾ ഏകദേശം 10 മണി നേരമായിരുന്നു. ഇവിടെ നമ്മെ ചിന്തിപ്പിക്കുന്ന അല്ലെങ്കിൽ നമുക്ക് എല്ലാം നമുക്ക് പ്രയോജനകരമായിട്ടുള്ള കാര്യമാണ്. എന്നാൽ നമുക്ക് കൂടുതലായി ചിന്തിക്കുവാൻ കഴിയുന്ന എന്താണ് എന്നൊന്നും ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇവിടെ യോഹന്നാൻ സ്ഥാപകന്റെ കൂടെ ഉണ്ടായിരുന്ന 2 ശിഷ്യന്മാരെ കുറിച്ചാണ്. അവർ ഇത് കേട്ടപ്പോൾ ഉണ്ടായ സംഭവം, യോഹന്നാൻ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള സാക്ഷ്യം പ്രസ്താവിക്കുമ്പോൾ അവിടെ സംഭവിച്ച കാര്യത്തെക്കുറിച്ചാണ് നാം ഇന്ന് ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത്. അവിടെ സംഭവിച്ച കാര്യം എന്താണെന്നുള്ള കാര്യം ഞാൻ പറയാതെ നിങ്ങൾ തന്നെ വേദപുസ്തകം വായിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. അവിടെ കർത്താവ് ചോദിക്കുന്ന ചോദ്യം 30-ാമത്തെ വാക്യത്തിന്റെ പകുതിക്ക് ശേഷം കാണുന്നത്, നിങ്ങൾ എന്ത് അന്വേഷിക്കുന്നു എന്ന് ചോദിച്ചു. അപ്പൊ ആ 2 പേര് ഈ വാക്ക് കേട്ടിട്ട് അവർ ചിലതൊക്കെ അന്വേഷിക്കുമായിരുന്നു. ഈ പറഞ്ഞതിനകത്ത് എന്തെങ്കിലും സത്യമുണ്ടോ, അല്ലെങ്കിൽ ആരാണ്, എന്താണ് എന്നിത്യാദി പല കാര്യങ്ങളും അന്വേഷിക്കുന്നത്. അന്വേഷണത്തെ കുറിച്ച് പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ വിശദീകരിക്കാറുണ്ട്. എന്നാൽ ഞാൻ അങ്ങോട്ടൊന്നും പോകുന്നില്ല, സമയത്തിന്റെ പരിമിതിക്കുള്ളിൽ അത് തീർക്കണമെന്നുള്ളത് കൊണ്ടാണ്. കർത്താവ് ചോദിക്കുന്ന ചോദ്യം, നിങ്ങൾ എന്ത് അന്വേഷിക്കുന്നു എന്ന് ചോദിച്ചു. അവർ റബ്ബി എന്ന് വെച്ചാൽ ഗുരു, നീ എവിടെ പാർക്കുന്നു എന്ന് ചോദിച്ചു. ഇവിടെ എബ്രായ ഭാഷയിൽ അല്ലെങ്കിൽ യഹൂദന്മാരുടെ മധ്യത്തിൽ ഉണ്ടായിരിക്കുന്ന ഒരു ഭാഗമാണ് അല്ലെങ്കിൽ റബ്ബി എന്ന് വിളിച്ചാൽ ഗുരു, അല്ലെങ്കിൽ നല്ല ഗുരു. നല്ല ഗുരു എന്ന് പറഞ്ഞാൽ നല്ലവൻ എന്നാണ്. നല്ലവൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല, ഒരുവനേ ഉള്ളൂ. അത് നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവാണ്. അപ്പൊ ഇവർക്ക് വ്യക്തമായിട്ട് മനസ്സിലായി, ഇവന്റെ വാക്കിലെ ലാവണ്യവാക്ക് മൊഴികളും അവന്റെ ജീവിത പ്രവൃത്തികളും ഒക്കെയും കണ്ടറിഞ്ഞ് അത് തിരിച്ചറിഞ്ഞ് യഥാർത്ഥമായിട്ട് നല്ല ഗുരു അല്ലെങ്കിൽ റബ്ബി എന്ന് വിളിക്കാൻ യോഗ്യനായിരിക്കുന്ന കർത്താവ് തന്നെയാണെന്ന് അവിടെ കണ്ടത്. നല്ല ഗുരു എന്ന് പറഞ്ഞിട്ട് നീ എവിടെ പാർക്കുന്നു എന്ന് ചോദിച്ചു. നീ എവിടെ പാർക്കുന്നു? കർത്താവ് കൊടുത്ത മറുപടി എന്താ കർത്താവ് കൊടുത്ത മറുപടി? വന്ന് കാണുന്നു. പോയി അന്വേഷിക്കാനാന്ന് പറഞ്ഞത് അല്ല. നമ്മുടെ ചിന്താവിഷയം ഇതാണ്, വന്ന് കാണുന്നു. സ്വോത്രം. വരാതെ ഒന്നും കാണാൻ പറ്റില്ല. ഇന്ന് അങ്ങനെയാണോ? വന്ന് കാണുന്നൊന്നുമില്ല, എല്ലാവരുടെയും മുമ്പിൽ കണ്ടുകൊണ്ടിരിക്കുക. പിന്നെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അതിന് വിശ്വസിച്ചുള്ള അത് ശരിയാണോ തെറ്റാണോ എന്ന് യാതൊരു നിലയിലും അന്വേഷണവുമില്ല, അതിന്റെ പിന്നാലെ യാതൊരു അധ്വാനവുമില്ലാതെ പറഞ്ഞത് അങ്ങനെ തന്നെ അങ്ങ് വിഴുങ്ങുകയാണ്. ഞാൻ ആ ഒരു കാര്യം ഓർക്കുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് പ്രസംഗിക്കുമ്പോൾ പ്രസംഗിച്ചത് അങ്ങനെ തന്നെയോ എന്ന് ആരാ പരിശോധിച്ചത്? ബെറോവയിലെ വിശ്വാസികൾ അവർ ഭവനത്തിൽ പോയോ അവിടെ ഇരുന്നോ? അവർ പറഞ്ഞത്
ഇപ്പൊ ഞാൻ പറയുന്നത് മാത്രമല്ല, പിന്നെ അപ്പോസ്തലനായ പൗലോസ് പ്രസംഗിച്ചത് പോലും അങ്ങനെ തന്നെയെന്ന് അവർ പരിശോധിച്ചു, പോയി അന്വേഷിച്ചു, അത് കണ്ടെത്തി ശരിയാണെന്ന് ബോധ്യപ്പെട്ടതിന് ശേഷമാണ് അവരതിൽ ജീവിതം ആരംഭിച്ചത്. ഇവിടെ പറഞ്ഞത് വന്നോ കാണുവിൻ, വരാതൊന്നും കാണാൻ കഴിയില്ല. ഇവിടെ നമ്മൾ ചില കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് ചിന്തിക്കുവാൻ എന്നൊക്കെ ആഗ്രഹിക്കുന്നു. എന്നോടൊപ്പം നിങ്ങളും അതുമായി ബന്ധപ്പെട്ട് കടന്നു വരിക എന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കുകയാണ്. വരാതെ ഒന്നും കാണാൻ കഴിയില്ല, വരാതെ അനുഗ്രഹം പ്രാപിക്കാൻ കഴിയില്ല, ഒന്നും ചെയ്യില്ല. കർത്താവായ യേശുക്രിസ്തു നമുക്ക് വേണ്ടി ഇങ്ങോട്ട് വന്നു. ശ്രദ്ധിക്കണം, ഇങ്ങോട്ട് വന്നു. എല്ലാവർക്കും ക്ഷീണമുണ്ട്, പ്രയാസമുണ്ട്. അല്പം പേരേ ഉള്ളൂ, വളരെ കുറച്ച് പേരേ ഉള്ളൂ. ശ്രദ്ധയോടിരുന്നാൽ പ്രയോജനപ്പെടുത്താം. ഇല്ലെങ്കിൽ നമ്മൾ വിതച്ചു, പക്ഷെ പറവകൾ കൊത്തിക്കൊണ്ട് പോകും, മുള്ളിനിടയിൽ വിരിഞ്ഞെരുങ്ങും, പാറസ്ഥലത്ത് വീണ് അതും ബുദ്ധിമുട്ടും ഇത്യാദി കാര്യങ്ങൾ കൊണ്ട് പോകും. അതിന്റെ ദുഃഖം അനുഭവിക്കുന്ന ആരാ? അവരാ. വിതയ്ക്കാഞ്ഞിട്ടാണോ? മനസ്സിലാവറിഞ്ഞ? വിതയ്ക്കാഞ്ഞിട്ടാണോ? പഠിപ്പിക്കാഞ്ഞിട്ടാണോ? പറയാഞ്ഞിട്ടാണോ? ഉപദേശിക്കാഞ്ഞിട്ടാണോ? അല്ല, അത് സ്വീകരിക്കാത്തത് കൊണ്ടാണ്, അതിനാ പ്രാധാന്യത കൊടുക്കാത്തത് കൊണ്ടാണ്. ഓട്ടെ, അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ഇവിടെ പറയുന്നത് പ്രസ്തുത 2 വ്യക്തികൾക്ക് നൽകിയ ഈ മഹത്തായ ക്ഷണം കർത്താവ് ഇന്നും ഓരോ വ്യക്തികളെയും വാക്കുകളിൽ വിളിക്കുന്നുണ്ട്. ഈ 2 വ്യക്തികൾക്ക് ലഭിച്ചിരിക്കുന്ന മഹത്തായ ക്ഷണമാണ് കർത്താവ് വന്ന് കാണുവിൻ. ഇന്നും കർത്താവ് ഓരോ വ്യക്തികളെയും വ്യക്തിപരമായിട്ട് കർത്താവ് വിളിച്ചുകൊണ്ടിരിക്കുവാണ്. കേൾക്കുന്നുണ്ടോ? കർത്താവ് വിളിക്കുന്നുണ്ട്. തന്റെ ശബ്ദം എവിടെ തുടങ്ങിയതാ? മരുഭൂമിയിൽ രാജ്യത്തിന്റെ സുവിശേഷം അറിയിക്കാൻ അന്ന് തുടങ്ങിയ വിളി ഇന്നും ആരംഭിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അനേകരും കണ്ടില്ല, കേട്ടില്ല, ഇതിനോട് കേട്ട് അപ്പുറത്തൂടെ വിടുക. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നാം വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ടത് വിളിക്കുന്ന വിളി ആരാണെന്നുള്ള കാര്യം ഓർത്ത് ആ വിളിയുടെ പുറകെ നാം പോകണം. അതിൽ നിന്ന് ഒരു 4 കാര്യങ്ങളാണ് ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് 3 കാര്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത്. ഒന്നാമത്, നമ്മളെ വിളിക്കുന്നുണ്ടോ, നമ്മൾ വിളി കേൾക്കുന്നുണ്ടോ എന്ന് ചോദിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നത് യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായത്തിന്റെ 37-ാമത്തെ വേദഭാഗം കാണുന്നത്, ദാഹിക്കുന്നവനെല്ലാം എന്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. ദാഹിക്കുന്നവെല്ലാം ഇന്ന് ദാഹമുണ്ട്. എവിടാ പോന്നെ? മറ്റു പല സ്ഥലത്തേക്കുവാ പോകുന്നത്. ഇവിടെ കർത്താവ് പറഞ്ഞ ദാഹിക്കുന്നവനല്ല, ദാഹിക്കുന്നവൻ മാത്രം, ദാഹിക്കുന്നു എങ്കിൽ മാത്രം. ഇത് എല്ലാവർക്കും വേണ്ടിയുള്ള വാഗ്ദാനമാണ്. അത് വളരെ ശക്തിയോടെ പ്രസ്താവിച്ചിരിക്കുന്ന കാര്യമാണ് കാണുന്നത്. അത് കുടിക്കണം എന്നതിന്റെ അർത്ഥം ക്രിസ്തുവിൽ വിശ്വസിക്കുക, അല്ലെങ്കിൽ കർത്താവിനെ അനുസരിക്കുക, അല്ലെങ്കിൽ കർത്താവിന്റെ സന്നിധിയില് പാപമോചനത്തിന്റെ പരിഹാര മാർഗം കർത്താവിനുണ്ടായിരിക്കുമ്പോൾ ആ കർത്താവിനെ ശരണം പ്രാപിക്കുക എന്നുള്ളതാണ്. ദാഹിക്കുന്നതുകൊണ്ട് എൻ്റെ അടുക്ക് ഒന്ന് കുടിക്കണം എന്ന് പറഞ്ഞാൽ എന്തിന്റെ ദാഹമാണ്? എന്തിന്റെ ദാഹമാണ്? ദാഹമില്ലാത്തത് വചനപ്രകാരം ലോകത്തിൽ ആരെങ്കിലും ഉണ്ടോ? ആത്മാവിൽ രക്ഷ. പാപസംബന്ധമായ പരദാഹത്തിലേക്ക് പ്രവേശിച്ചിരിക്കുക സകല മനുഷ്യരും. പാപത്തിന് മരിച്ചവന്റെ ജീവിതം ഒരിക്കലും സമീപിക്കപ്പെടാൻ കഴിയാത്ത ദാഹത്തിലേക്ക് പോയിരിക്കുന്നു എന്നുള്ള കാര്യം ലൂക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായത്തില് ധനവാൻ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. ആ പരദാഹം തീർക്കാൻ പ്രപഞ്ചത്തിൽ ഒരു മനുഷ്യനും ഒരു ശക്തിക്കും സാധ്യമല്ല, ദൈവത്തിനല്ലാതെ. അതുകൊണ്ട് സകല മനുഷ്യന്റെ പാപപരിഹാര മാർഗം ഒരുക്കി കാൽവരിക്രൂശിൽ പൂർണ്ണത വരുത്തി അവൻ വിളിക്കുന്നു, ദാഹിക്കുന്നതെല്ലാം എൻ്റെ അടുക്കൽ. ഇനി അത് വിഷയത്തിൽ പ്രകടമായിട്ട് വരുന്നുണ്ട്, ഒരുപാട് ശബ്ദത്തിൽ കാണാം. അപ്പൊ നമ്മളത് കുറിച്ച് വെച്ചിരിക്കണം കേട്ടോ. ഇവിടെ നമ്മൾ ആ കാര്യങ്ങളെ കണ്ടല്ലോ എന്നുള്ള കാര്യങ്ങളാണ് കണ്ടത്. ഇനി അതേപോലെ ബന്ധപ്പെട്ട് നമ്മൾ കാണുന്നത് യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം അതിന്റെ 53 തൊട്ട് 56 വരെ. അവിടെ പറഞ്ഞെന്താണെന്നറിയോ? ഞാൻ നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ മനുഷ്യപുത്രന്റെ മാംസം തിന്നാതെയും അവന്റെ രക്തം കുടിക്കാതെയും ഇരുന്നാൽ നിങ്ങൾക്ക് അവന്റെ
ഉള്ളിൽ ജീവനില്ല. അപ്പോ ഈ കർത്താവ് യേശുക്രിസ്തുവിങ്കിൽ വന്ന് കർത്താവ് തരുന്ന കർത്താവിന്റെ പാനപാത്ര ശരീരത്തിൽ നിന്ന് പങ്കാളികളായി കർത്താവിനെ രക്ഷകനും കർത്താവിനെ സ്വീകരിച്ച് വിശുദ്ധ ജീവിതം നയിക്കുവാൻ തിരഞ്ഞെടുക്കപ്പെട്ടവര് അത് അപ്രകാരം ജീവിക്കുന്നില്ല എങ്കിൽ അവന് ജീവനില്ല. ജീവനില്ല. ഉണ്ടോ? ഇല്ല. ജീവനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കാറുണ്ട്. സാധാരണ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, രണ്ട് വ്യക്തികൾ തമ്മിൽ സംസാരിക്കുന്നത് എന്താണ്? സമുദ്രത്തിലേക്ക് നോക്കിയപ്പോൾ മീനുകളൊക്കെ അവിടെ നീന്തി തുടിക്കുന്നു, കളിക്കുന്നു എന്ന് പറയുന്നത്. ഒരാൾ പറഞ്ഞു മീനൊക്കെ അവിടെ അങ്ങ് വെള്ളത്തിനകത്ത് ഒഴുക്കിനെതിരെ നിന്ന് എൻജോയ് ചെയ്യും, കളിക്കുവാണ്. അവര് കളിക്കുവാണ്. മറ്റേ ആൾ പറഞ്ഞു കളിക്കുവല്ല, അവർക്ക് ഉണ്ടായത് കൊണ്ട് അവരുടെ അന്നുള്ള ആഹാരത്തിന് വേണ്ടി അവര് പോരാടുകയാണ്. അവരുടെ അന്നുള്ള ആഹാരത്തിന് വേണ്ടി അവർ പോരാടുകയാണ്. അവർ കളിച്ച് എൻജോയ് ചെയ്യല്ല. അവർക്ക് ജീവനുണ്ട് എന്നുള്ളത് കൊണ്ടും ജീവനില്ല എങ്കിൽ അവർക്ക് അന്നുള്ള പോരാട്ടം സാധ്യമല്ല, അസാധ്യമാണ്. അതുകൊണ്ട് അവർക്ക് ജീവനുണ്ടെന്നുള്ള അടയാളമാണ് അവർ വലിയ ഒഴുക്കിനെതിരാണ് നിന്ന് നീന്തുന്നത്. ഇന്ന് നമ്മൾ അങ്ങനെയാണോ? നമ്മൾ ജീവനുള്ളവരാണോ മരിച്ചവരാണോ? ജീവനുണ്ടോ? ജീവനുണ്ടോ? ഇത് ഞാൻ മാത്രമല്ല, എല്ലാവരും പറയണം. ഒരാൾ മാത്രം പറഞ്ഞത് എനിക്ക് ജീവനുണ്ട്. എനിക്ക് ജീവനുണ്ടെന്ന് എങ്ങനെ അറിയാം? ദൈവവചനത്തിന് വിരുദ്ധമായിരിക്കുന്ന, ദൈവകൽപ്പനയ്ക്ക് വിരുദ്ധമായിരിക്കുന്ന, ലോകപരമായിരിക്കുന്ന ഏതെങ്കിലും പ്രവൃത്തി ഞാൻ ചെയ്ത് അതിന്റെ പിറകെ ഓടുന്നെങ്കിൽ എനിക്ക് ജീവനുണ്ടോ? എനിക്ക് ജീവനുണ്ടോ? ഇത് കപടത്തരമാണ്. അതിന് കർത്താവ് പറയുന്നുണ്ട്, ഇരുവള്ളത്തിൽ കാൽ വെക്കരുത്, പഴയ തുരുത്തിൽ പുതിയ വീഞ്ഞ് വരരുത്, പുതിയ തുരുത്തിൽ പഴയത് വരരുത്, പുതിയ തുണിയും പഴയ തുണിയും തുന്നിക്കിട്ടത്. അതെന്താ? വലിയ അപകടമാണ്. ഞാൻ ദൈവത്തിനുമാണ് ലോകത്തിനുമാണ്. ജീവനുണ്ട്, ജീവനില്ല. ഈ വക പരിപാടി വിശ്വാസകോളത്തിൽ ക്രിസ്തുവിന്റെ നാമത്തിൽ സാധ്യമല്ല, അസാധ്യമാണ്. അതിവിടെ വെളിപ്പെടുത്തണം. ഞാൻ ആരാധനയ്ക്ക് വരുന്നു, മീറ്റിങ്ങിന് വരുന്നു, ബൈബിൾ വായിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അതെ, ലോകപരമായിട്ടുള്ള സകല വൃത്തിയോടും പുറത്ത് ചെയ്യുന്നുമുണ്ട്. ലോകർക്ക് എന്നെ കാണുമ്പോൾ ഞാൻ മരിച്ചവനാണ്, ജീവനില്ല. ഏതെങ്കിലും ഒരു വിധത്തിൽ ആത്മീയ പശ്ചാത്തലത്തിൽ പ്രശ്നമുണ്ടായാൽ ലോകരുടെ മുമ്പിൽ ഞാൻ യാതൊരു പ്രതികരണവുമില്ല, ചത്തവനെ പോലെ നിൽക്കുക. ജീവന്റെ ആയി യാതൊരു പ്രവൃത്തി കാണിക്കുന്നുമില്ല. അതുകൊണ്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ജീവനുള്ള അനുഭവമായിരിക്കണം. നമ്മളെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നതല്ല. അതുകൊണ്ട് നമ്മുടെ യോഹന്നാൻ സുവിശേഷം നമ്മൾ വായിച്ചത് നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ മനുഷ്യപുത്രന്റെ മാംസം തിന്നാതെയും അവന്റെ രക്തം കുടിക്കാതെ ഇരുന്നാൽ നിങ്ങൾക്ക് അവനിൽ ജീവനില്ല എന്ന് പറയുന്നത് മാത്രമല്ല, ഈ വാക്യഭാഗത്ത് യേശു തന്റെ മാംസത്തെയും രക്തത്തെയും കുറിച്ച് 4 പ്രാവശ്യം സംസാരിക്കുന്നു എന്നുള്ള കാര്യം ആ 53 തൊട്ട് 56 വാക്യം വരെ കാണുന്നുണ്ട്. കർത്താവിന്റെ വാക്കുകൾ സഹോദരങ്ങൾ എന്തു ചെയ്താലും കർത്താവിൽ ചെയ്യണമെന്നുള്ളതാണ്. ആ ഭാഗങ്ങളിൽ ഞാൻ വായിക്കാനാണ് പോണെന്ന് അത് നിങ്ങൾ എന്ന് ചിന്തിച്ചു നോക്കിയാൽ കർത്താവ് ആഗ്രഹിക്കുന്ന ഒരു വിഷയം. കർത്താവിന്റെ വാക്ക് സഹോദരങ്ങൾ എന്തു ചെയ്താലും കർത്താവിൽ ചെയ്യണം. കർത്താവിൽ ചെയ്യണം. ജീവനുള്ളവരുടെ സ്വഭാവമാണ് കർത്താവിൽ ചെയ്യണം. ചെയ്യുന്നതൊന്നും കർത്താവിനെ കൂടാതെ പാടില്ല. കർത്താവിനെ കൂടാതെ പാടില്ല. ഇനി എന്ത് വന്നെന്ന് പറഞ്ഞാലും ശരിയുണ്ട്, കർത്താവിനെ കൂടാതെ ഞാനൊരു കാര്യം ചെയ്യണം. അതുകൊണ്ട് കർത്താവ് യോഹന്നാന്റെ ലേഖനങ്ങളിൽ നാം കാണുന്നുണ്ട്, കുഞ്ഞുങ്ങളെ നിങ്ങൾ കർത്താവിൽ, ഞാൻ ഒറ്റ വാക്ക് പറയാം, കർത്താവിൽ എന്ത് ചെയ്യണം? അനുസരിക്കണം. എന്ത് ചെയ്യണം? എന്ത് ചെയ്യുമ്പോഴും നിങ്ങൾ കർത്താവിൽ ചെയ്യുവിൻ, ക്രിസ്തുവിൽ ചെയ്യുമെന്നാ പറയുന്നത്. പക്ഷെ കർത്താവിൽ എന്ത് ചെയ്യുന്നെങ്കിലും കർത്താവിൽ ചെയ്യണം. മാതാപിതാക്കന്മാരുടെയും യജമാനന്മാരുടെയും എല്ലാ കാര്യങ്ങളും പറഞ്ഞു, കർത്താവിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ വളർത്തുവിൻ, കർത്താവിൽ ദാസന്മാരെ സേവിപ്പിൻ.
എന്ത് ചെയ്താലും കർത്താവിനെ കൂടാതെ ഒരു വകയുമില്ല. അങ്ങനെ ചെയ്യുന്നെങ്കിൽ അത് ജീവനുള്ള അനുഭവമല്ല എന്നുള്ള കാര്യങ്ങളാണ്. കർത്താവ് വിളിച്ച് വന്ന് കാണാനുള്ള കാര്യങ്ങളാണ് നമ്മളോട് പറഞ്ഞത്. ഇനി പറഞ്ഞത് എന്താ? യേശുവില്ലാത്ത ജീവിതം അർത്ഥശൂന്യമാണ്. നമ്മുടെ കർത്താവിനെ ധരിച്ചുകൊണ്ട് ചെയ്യുന്ന കാര്യത്തെക്കുറിച്ചാണ് കർത്താവ് പറയുന്നത്. കർത്താവില്ലാത്ത ജീവിതം ശൂന്യമായ ജീവിതമാണ്. ശൂന്യമായ ജീവിതം. ബലൂണ് കാറ്റടിച്ചിട്ട് അത് കാണുമ്പോൾ എങ്ങനെ ഇരിക്കുക? ബലൂണ് കാറ്റടിക്കുന്നതിന് മുമ്പ് ബലൂണിന്റെ അവസ്ഥ എന്തുവാ? ഒരു സാധാരണ ബലൂൺ. പക്ഷെ കാറ്റടിച്ച് കഴിയുമ്പോഴോ അത് വളരെ വലുപ്പമായിട്ടുണ്ട്. ഇനി ആ കാറ്റൊന്ന് തുറന്നു വിട്ടേ, നേരത്തെ ഉണ്ടായിരുന്ന ബലൂണിന്റെ അവസ്ഥയാണോ? ബലൂൺ ഊതി വീർപ്പിക്കുന്നതിന് മുമ്പ് ഉണ്ടായിരുന്ന അവസ്ഥയാണോ കാറ്റ് തുറന്നു വിട്ടാലുള്ള നേരത്തെയുള്ള അവസ്ഥ? അങ്ങനെയല്ല, അവിടുന്നും പോയി. അത് ശൂന്യമായ അവസ്ഥ. ഇതുപോലെയാണ് യേശുക്രിസ്തു ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഇല്ലാതിരിക്കുന്ന ജീവിതം. അത് വളരെ പരിതാപകരമാണ്. അത് വളരെ അപകടകരമായിരിക്കുന്ന അവസ്ഥയാണ്. യേശുവില്ലാത്ത ജീവിതം ശൂന്യമായ ജീവിതമാണ്. എന്തൊക്കെയോ ഉണ്ടെന്ന് നാം ധരിക്കും. ബുദ്ധിയിൽ നാം ചിലതൊക്കെ പഠിക്കുകയും ചിന്തിക്കുകയൊക്കെ ചെയ്യും. എനിക്ക് ചിലതൊക്കെ അറിയാം എന്നുള്ളതാറുണ്ട്. പക്ഷേ ചില അപകടങ്ങളിൽ പെട്ട് കഴിയുമ്പോൾ യേശുവില്ലാത്ത ജീവിതം ശൂന്യമായ ജീവിതമാണ്. അവൻ അപകടത്തിൽപ്പെട്ടു പോകും. അവനെ സഹായിക്കാൻ ആരും ഉണ്ടാകത്തില്ല. അതുവരെ കർത്താവ് ഉണ്ടെന്നൊക്കെയാ വിചാരിച്ചിരുന്നത്. കർത്താവുണ്ട്, എല്ലാ മനുഷ്യരുടെയും കൂടെ കർത്താവുണ്ട്. എപ്പോ വരെയാ? ഒരു മനുഷ്യന്റെ പ്രാണൻ പോകുന്നത് വരെയും കർത്താവ് എല്ലാവരുടെയും കൂടെ ഉണ്ട്. പക്ഷെ കർത്താവിൽ ജീവിക്കുന്നു എന്ന് പറഞ്ഞിട്ട് കർത്താവിനെ അപമാനിക്കുന്ന നിലയിൽ പ്രവർത്തിക്കുന്നെങ്കിൽ കർത്താവ് എല്ലാം കാണുന്നുണ്ട്, ഞാനൊരു ബലഹീനനാണ്, മനുഷ്യനാണ്, എന്നോട് ക്ഷമിച്ചുകൊള്ളെന്ന് പറയുന്നെങ്കിൽ തെറ്റായ കാരണമാണ്, തെറ്റായ ചിന്താഗതിയാണ്. യാതൊരു പ്രയോജനം ഉണ്ടാകില്ല. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വേദഭാഗം എന്താണെന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. യോഹന്നാന്റെ സുവിശേഷം 10:7 യേശു പിന്നെയും അവരോട് പറയുന്നത് ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, ആടുകളുടെ വാതിൽ ഞാനാകുന്നു. എന്താണ്? ആരുടെ വാതില? ചെന്നായ്ക്കളുടെ വാതിലല്ലല്ലോ. ചെന്നായ്ക്കളുടെ വാതിലാണ് പറഞ്ഞേ? അല്ല, ആടുകള്. ആരാ ആടുകള്? എന്റെ ശബ്ദം കേട്ട് എന്നെ അനുഗമിക്കുന്ന എന്റെ ആടുകളുടെ വാതില് ഞാനാകുന്നു. കർത്താവ് മറ്റാരുടെയും വാതിലാന്ന് പറഞ്ഞില്ല, ചെന്നായ്ക്കളുടെ വാതിലാന്ന് പറഞ്ഞില്ല, ഏതെങ്കിലും മൃഗത്തിന്റെ മറ്റെന്തിന്റെയും വാതിലാന്ന് പറഞ്ഞില്ല. പിന്നെ ആടുകളുടെ. ആടെന്ന് പറഞ്ഞാൽ കർത്താവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട് കർത്താവിന്റെ പരിപാലനത്തിന്റെ കീഴിൽ താഴ്ന്നിരിക്കുന്നവൻ. കർത്താവേ, നീ എന്നെ നടത്തണമേ, നീ എന്നെ പരിപാലിക്കണമേ, നീ എനിക്ക് വഴിയും സത്യവും ജീവനുമാകുന്നു, എന്റെ വെളിച്ചം നീ ആകുന്നു, നിന്നെ കൂടാതെ എനിക്ക് കഴിയില്ല. അങ്ങനെ എല്ലാ വിധത്തിലും എന്റെ ജീവിത കാര്യങ്ങളൊക്കെ ഞാൻ എന്ത് പറയണം, എന്ത് ചെയ്യണം, എവിടെ നിൽക്കണം, എവിടെ ഇരിക്കണം, എവിടെ കിടക്കണം, എന്റെ ജീവിതത്തിൽ കർത്താവിനെ കൂടാതെ സഞ്ചരിക്കുവാൻ ഇടയാകല്ലേ എന്ന് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയെ കുറിച്ചാണ് പറയുന്നത്. ആട്. ആടിന്റെ സ്വഭാവം അറിയാമല്ലോ. ആടിനെ സ്നേഹിച്ചാൽ ആട് യജമാനന്റെ വാക്ക് കേൾക്കും, യജമാന്റെ ശബ്ദം. ഞാൻ ഒരിക്കലും ഇങ്ങനെ ഒരു വർഷങ്ങൾക്ക് മുമ്പാണ് എൻ്റെ അപ്പൻ്റെ ഏറ്റവും അനിയൻ ഇപ്പോഴും ഓർമ്മയിൽ വന്ന് പറഞ്ഞു, ഒരാഴ്ച കട നടത്തുന്നു. ഇദ്ദേഹത്തിന് ആടുമുണ്ട്, പശുവുണ്ട്. എൻ്റെ കുഞ്ഞുനാളിൽ ഞാൻ കാണുമ്പോൾ ഇദ്ദേഹം കട അടച്ചിട്ട് വരുമ്പോഴേ ഈ ആടുകളെല്ലാം കൂടെ അങ്ങ് തുടങ്ങും. ആടും പശുവൊക്കെ. അദ്ദേഹത്തോടുള്ള സ്നേഹബഹുമാനം, ഒരു പ്രത്യേക രീതിയിലുള്ള ശബ്ദം, കരച്ചില്, അദ്ദേഹത്തെ വിളിക്കുക. അദ്ദേഹം ചെല്ലുമ്പോഴത്തേക്ക് അദ്ദേഹത്തോടെ കാണിക്കുന്ന ആ ഒരു സ്നേഹപ്രകടനം, അദ്ദേഹം കൊണ്ടുവന്നിരിക്കുന്ന തീറ്റകളെ കൊടുക്കും. വേറെ ആര് വന്നാലും ഈ ആട് അനങ്ങത്തില്ല. പക്ഷെ തന്റെ യജമാനൻ എന്ന ആ വ്യക്തി ദൂരം കണ്ടപ്പോഴേ തന്നെ ഈ ആടുകൾ അവിടെ ആ ഒരു തരം പ്രത്യേക ശബ്ദം ഉണ്ടാക്കാൻ തുടങ്ങി. ആ ആടിന്റെ അടുക്കൽ യജമാൻ വന്നപ്പോഴത്തേക്ക് അതിന്റെ സ്നേഹപ്രകടനത്തോടു കൂടി അദ്ദേഹത്തോട് ചേർന്ന് നിൽക്കുന്ന കാണാൻ കഴിഞ്ഞു. ഇതാണ് ആടിന്റെ സ്വഭാവം. ഈ ആട് കർത്താവിന്റെ കാൽക്കൽ താഴ്ന്നിരിക്കുന്നെങ്കിലാ അവിടെ. അതാണ് നമ്മുടെ കർത്താവ് നമ്മെ ഓർമ്മിപ്പിക്കുന്ന ആ വേദഭാഗമുണ്ട്. യേശു പിന്നെ അവരോട് പറഞ്ഞത് എന്താണ്? ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നത്, ആടുകളുടെ വാതിൽ ഞാനാകുന്നു. ഇന്ന് അനേക വാതിലുണ്ട്.
പക്ഷെ അത് കർത്താവിൻ്റെ വാതിലാണോ എന്ന് തിരിച്ചറിയണം. പോകുമ്പോഴോ വരുമ്പോഴോ എടുക്കുമ്പോഴോ ഒക്കെ വായിക്കുമ്പോഴും കേൾക്കുമ്പോഴും എന്ന് വെച്ചാൽ മൊബൈലിൽ കൂടെ, വായനയിലുള്ള പുസ്തകങ്ങളിൽ കൂടെ, യാത്രയിൽ കൂടെ, പല വ്യക്തികളോട് ഇടപെടുന്നതിൽ കൂടെ, പല സ്ഥലത്ത് മീറ്റിങ്ങിൽ പോകുന്നതൊക്കെ ഇതൊക്കെ കർത്താവിൻ്റെ വാതിലാണോ എന്ന് ഞാൻ ചിന്തിക്കണം. അതാണ് ഞാൻ അവിടെ ആ വാക്യം അവിടെ അവസാനിപ്പിക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് അങ്ങനെ ആടുകളുടെ വാതിലാണ്. എന്നിട്ട് ആട് ഞാൻ തന്നെയാകുന്നു, പിന്നെ ചെന്നായ്ക്കളുടെ വാതിലല്ല എന്ന് പറഞ്ഞു. ഈ ആടുകൾ എന്ന് പറയുന്നത് കർത്താവിനെ അനുസരിക്കുന്നവരെ കുറിച്ചാണ് പറഞ്ഞത്. കർത്താവിനെ അനുസരിക്കുന്നവരെ കുറിച്ചാണ്. ഇനി യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തില് 1-ാമത്തെ വാക്യം നോക്കി. ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും എന്റെ പിതാവ് തോട്ടക്കാരനുമാകുന്നു. ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളി. അപ്പൊ മുന്തിരിയുടെ വേറെ ആരാ? ദൈവത്തിൽ വസിച്ചുകൊണ്ട് കർത്താവ് പറയുവാണ് ഞാൻ മുന്തിരിവള്ളി. ഇനി അതിലെന്തുണ്ട്? കൊമ്പുകളുണ്ട്. കൊമ്പുകൾക്ക് മുന്തിരിവള്ളിയിൽ വസിക്കാതെ ഫലം കായ്ക്കാൻ പറ്റുമോ? ഇല്ല. നമ്മളെല്ലാം ഈ മുന്തിരിവള്ളിയുടെ കൊമ്പുകളായിരുന്നോ? ആയിരുന്നോ? അല്ല. ആണോ? അല്ല. പക്ഷെ ഇപ്പോഴോ? ആയിരുന്നോ? ഇപ്പൊ ആണോ? അതെ. എങ്ങനെ? കാട്ടുമുന്തിരിവള്ളിയായിരുന്ന എന്നെ അവൻ വെട്ടിയിളച്ച് നല്ല മുന്തിരിവള്ളിയോട് ഒട്ടിച്ചപ്പോൾ ഞാൻ ആ മുന്തിരിവള്ളിയിൽ വസിക്കുന്ന ഒരു കൊമ്പായി. അങ്ങനെ യജമാനൻ ഫലം കായ്ക്കുന്ന കാത്തിരിക്കുവാണ്. ഈ മുന്തിരിവള്ളിയിൽ ഫലം കായ്ക്കുന്നു. കായ്ച്ചതോ? അത് ചക്ക കൊണ്ടിട്ടുണ്ട്. ഇതെല്ലാം പറിച്ച് ആട്ടി വീഞ്ഞാക്കി എടുക്കാന്ന് പറഞ്ഞ് കാത്തിരിക്കുക. പക്ഷെ കായ്ച്ചതോ? കാട്ടുമുന്തിരി. ആണോ? എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ വായിൽ നിന്ന് വരുന്ന വാമൊഴികളും ജീവന്റെ പ്രവൃത്തികളും വചനത്തോടെ കാണിക്കുന്ന ആത്മാർത്ഥതയും കർത്താവിനെ വന്ന് കണ്ട് അനുസരിച്ച് കർത്താവിനോട് പാർക്കുന്നുണ്ടോ? അങ്ങനെ നിങ്ങൾ കർത്താവിൽ നല്ല ഫലങ്ങളാണോ പുറപ്പെടുവിക്കുന്നത്? ജീവനുള്ള ഫലങ്ങളാണോ പുറപ്പെടുവിക്കുന്നത്? അതോ കാട്ടുമുന്തിരിങ്ങയാണോ? ചിന്തിച്ചു കൊള്ളുക. കർത്താവ് പറഞ്ഞു ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും എന്റെ പിതാവ് തോട്ടക്കാരനുമാകുന്നു. എന്താ പറഞ്ഞതിന്റെ കാരണം? തോട്ടക്കാരന് എന്തിന്റെയും അവകാശവും അധികാരവും ഉണ്ട്. എന്താ ആ അധികാരം ഉപയോഗിക്കുന്നത്? ഫലം കായ്ക്കാത്ത കൊമ്പുകളൊക്കെ വെട്ടി തീയിലിടും. ഇത് തോട്ടക്കാരന്റെ അധികാരത്തിലുള്ളതാ. അത് ഈ പറഞ്ഞ മറ്റാർക്കും തടയാൻ പറ്റുമോ? എന്റെ പുരയിടത്തിൽ എന്തെങ്കിലും കാരണങ്ങള് ഫലം കായ്ക്കാത്തതോ ഭൂമി പാഴാക്കുന്നതോ ആയിരിക്കുന്ന എന്തെങ്കിലും വൃക്ഷങ്ങളുണ്ടെങ്കിൽ അത് വെട്ടിക്കളയാൻ വേറൊരാൾ എന്നോട് പറഞ്ഞ് ഞാൻ കേൾക്കേണ്ട ആവശ്യമുണ്ടോ? എന്റെ അവകാശത്തിലിരിക്കുന്നത് എനിക്ക് എന്തും ചെയ്യാനുള്ള അവകാശമുണ്ട്. കുശവൻ തന്റെ കയ്യിലിരിക്കുന്ന പാത്രം താൻ ഉദ്ദേശിച്ച പോലെ പണിയാൻ കഴിയാതിരുന്നപ്പോൾ കുശവൻ എന്ത് ചെയ്തത്? അത് തല്ലി ഉടച്ചിട്ട് എന്ത് ചെയ്ത്? വേറെ പണിഞ്ഞു. ഓക്കെ, അത് കുശവന്റെ അധികാരത്തിലുള്ളതായിരിക്കുന്നത് പോലെ തന്നെ തോട്ടക്കാരനായ എന്റെ പിതാവ് ആ തോട്ടത്തിൽ നമ്മൾ നട്ടിരിക്കുമ്പോൾ നാം അതിന് ഫലം കായ്ക്കുവാൻ കഴിയുന്നില്ലെങ്കിൽ ഞാൻ പറയണ്ട, നിങ്ങൾ ചിന്തിച്ചു നാളെ നരകത്തിൽ പോയി നിലവെടുത്തിട്ട് പനവേലി സഭയിൽ നിന്ന് ഉപദേശിച്ചില്ല എന്ന് പറയരുത്. പറഞ്ഞു മനസ്സിലായല്ലോ? നരകത്തിൽ പോയി നിലവിളിക്കരുത്. ധനവാൻ പറയുന്ന എന്താണ്? ധനവാൻ ലാസറിനെ ഒരിക്കൽ കൂടെ നരകത്തിലേക്ക് വരുത്താനുള്ള പണി ഞാൻ നോക്കിയത് ഉപായങ്ങൾ. ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. ധനവാൻ പറഞ്ഞെന്താ? ഞാനിത് അറിഞ്ഞില്ല. എന്നാൽ ഇനി എന്ത് ചെയ്യണം? ഇനി ഇതൊന്നും അറിയാത്തൊരാള് ആൾക്കാർ നാട്ടിലുണ്ട്. അവരിങ്ങോട്ട് വരാതിരിക്കാൻ എന്ത് ചെയ്യണം? എന്നാൽ ലാസറിനെ ഒന്ന് അയക്ക്. സംഭവം മനസ്സിലായോ? ഇന്ന് അനേകരും പറഞ്ഞ് അയ്യോ ഞാൻ അറിഞ്ഞില്ലായിരുന്നു അതിന്റെ ഗൗരവം ഇങ്ങനെയായിരുന്നെന്ന് എന്ന് അന്നാളിൽ പറഞ്ഞിട്ട് വല്ല പ്രയോജനമുണ്ടോ? അന്നാളിൽ പറഞ്ഞിട്ട് വല്ല പ്രയോജനമുണ്ടോ? ഇല്ല പ്രിയപ്പെട്ടവരെ. ഇന്നിന്റെ നാളിൽ നിങ്ങളുടെ മുമ്പാകെ ഇരിക്കുന്ന ഈ വചനം, ഈ ന്യായപ്രമാണം, ഈ ജീവന്റെ പുസ്തകം, ഈ വഴി, ഈ സത്യം, ഈ മുന്തിരിവള്ളി അനുസരിക്കാതെ വിശ്വസിക്കാതെ അങ്ങോട്ട് ചെല്ലാൻ സാധ്യമല്ല. പോട്ടെ, ആ കാര്യങ്ങൾ നാം പ്രധാനമായിട്ട് ചിന്തിക്കുക. തോട്ടക്കാരന് ഭാഗം. ഇനി 2 കൊരിന്ത്യർ ലേഖനം 13-ാം അധ്യായം അതിന്റെ 5-ാമത്തെ വേദഭാഗം നോക്കിയേ. നിങ്ങൾ വിശ്വാസത്തിൽ ഇരിക്കുന്നുവോ എന്ന് നിങ്ങളെ തന്നെ പരീക്ഷിപ്പിൻ, നിങ്ങളെ തന്നെ ശോധന ചെയ്യുവിൻ. നിങ്ങൾ കൊള്ളരാത്തവർ അല്ല എന്ന് വരികിൽ
യേശുക്രിസ്തു നിങ്ങളിൽ ഉണ്ട് എന്ന് നിങ്ങളെ തന്നെ അറിയുന്നില്ലയോ? എന്താ പറഞ്ഞത്? 2 കൊരിന്ത്യർ 13:5. 2 കൊരിന്ത്യർ 13:5. നിങ്ങൾ വിശ്വാസത്തിൽ ഇരിക്കുന്നുവോ എന്ന്. നിങ്ങൾ വിശ്വാസത്തിൽ ഇരിക്കുന്നത് ഞാൻ അന്വേഷിക്കാൻ പറ്റുമോ? നിങ്ങൾ വിശ്വാസത്തിൽ ഇരിക്കുന്നത് ഞാൻ അന്വേഷിക്കാൻ പറ്റുമോ? ഇല്ല. നിങ്ങൾ വിശ്വാസത്തിലിരിക്കുന്നു എന്ന് വെച്ചാൽ ക്രിസ്തുവേശുവാകുന്ന ജീവജല നദിയിൽ അവന്റെ വഴിയിൽ അവനെ വന്ന് കണ്ടെത്തിയപ്പോൾ ഞാൻ അവനെ കണ്ടെത്തി അവനോടുകൂടി പാർത്തുവോ? അതാണല്ലോ യോഹന്നാനും പത്രോസിന്റെ ജീവിതത്തിൽ കണ്ടത്. ഞാൻ എവിടെ പാർക്കുന്നു എന്ന് നിങ്ങൾ വന്ന് കാണുന്നു. വന്ന് കണ്ടപ്പോ എന്താ സംഭവിച്ചത്? അവിടെ വായിച്ചായിരുന്നു, അവനോടുകൂടി താമസിച്ചു. ഇതാണ് അതാ പറഞ്ഞത്, നിങ്ങൾ വിശ്വാസത്തിൽ ഇരിക്കുന്നു, ക്രിസ്തുവിൽ ഇരിക്കുന്നുവെന്ന് നിങ്ങളെ തന്നെ പരിശോധിക്കുവിൻ. എങ്ങനെ പരിശോധിക്കുമ്പോൾ അറിയാം, അവരവർക്കറിയാം ഞാൻ ചെയ്തതും പോയതും പറഞ്ഞതും വാക്കുകളും പ്രവൃത്തികളും എന്തൊക്കെയാണെന്ന്. എനിക്ക് വേറൊരാളുടെ സർട്ടിഫിക്കറ്റ് ആവശ്യമുണ്ടോ? എനിക്കറിയാം ഞാൻ പറഞ്ഞ എന്താണെന്ന്, ഞാൻ ചെയ്ത എന്താണെന്ന് എനിക്ക് അറിയാം. ഞാൻ പറഞ്ഞതും ചെയ്തതും എന്റെ ദൈവത്തിന് ഇഷ്ടമുള്ളതാണോ എന്റെ പിതാവിന് ഇഷ്ടമില്ലാത്തതാണോ എന്ന് വ്യക്തമായിട്ട് എനിക്കറിയാം. ഇവിടെ കർത്താവ് പറഞ്ഞ വാക്കെന്താണെന്നറിയാമോ? നിങ്ങളെ തന്നെ പരീക്ഷിക്കും, നിങ്ങളെ തന്നെ ശോധന ചെയ്യും, നിങ്ങൾ കൊള്ളരാർത്ഥവൾ അല്ല എന്ന് വരികിൽ എന്തുവാ? എന്ന് വരികിൽ ക്രിസ്തുവേശു നിങ്ങളിൽ ഉണ്ട് എന്ന് നിങ്ങളെ തന്നെ. എന്താണ് യേശു ക്രിസ്തു നിങ്ങൾ കൊള്ളരാത്തവർ അല്ല എന്ന്, കൊള്ളരാത്തവർ ആണെന്നല്ല പറഞ്ഞത്. എന്ന് വെച്ചാൽ ദൈവത്തിന് വിരുദ്ധമായ പാപപ്രവൃത്തികളൊന്നും ചെയ്യാത്തവനാണ് എന്ന് ഇതിനാൽ അറിയും. ഏതിനാൽ? യേശുക്രിസ്തു നിങ്ങളിൽ ഉണ്ട് എന്ന പ്രവൃത്തി മൂലമാണ് അറിയുന്നത്. മറ്റൊരു കാരണത്തിനല്ല, വേറൊരു കാരണത്തിനല്ല. അങ്ങനെയാണ് ഈ വാക്കുകളൊക്കെ മാറ്റി വെക്കണം. ആണോ അല്ലയോ? നിങ്ങളുടെ നല്ല പ്രവൃത്തികളും ദൈവത്തെ പ്രസാദിപ്പിച്ച് അവന്റെ കാഴ്ചകൾ എന്ന് വെച്ചാൽ അവനാകുന്ന വാതിലിൽ കൂടെ സഞ്ചരിച്ച് അവനാകുന്ന വഴിയിൽ കൂടെ സഞ്ചരിക്കുന്നത് കൊണ്ട് നിങ്ങൾ ആരിലാണ് എന്ന് ആരറിയും? നമ്മളറിയും. പിന്നെ നമ്മളിൽ കൂടെ നമ്മുടെ വീട്ടുകാരറിയും. ആദ്യം അറിയുന്ന ആരാ? എൻ്റെ ഭാര്യ, പിന്നെ എൻ്റെ മക്കൾ, പിന്നീടാണ് പുറത്തുള്ളവർ അറിയുന്നത്. സംഭവം മനസ്സിലായോ? ഹൃദയം നിറയുന്നല്ലയോ വാ പ്രസ്താവിക്കുന്നത്. ആദ്യം ഞാനും എൻ്റെ കുടുംബവും നിറയണം. ഞാനും എൻ്റെ കുടുംബവും നിറഞ്ഞാൽ അത് കുടുംബത്തിൽ നിന്ന് പുറത്തേക്ക് പോകും. സംശയമില്ലാത്ത കാര്യമോ? അങ്ങനെയാണ് അറിയുന്നത്. അല്ലാതെ കുടുംബത്തില് യാതൊരു സുരക്ഷയില്ലാതെ സമാധാനവുമില്ലാതെ അസമാധാനം വിതച്ചുകൊണ്ടിരുന്നാൽ അതൊരിക്കലും പുറത്തേക്ക് പോകില്ല. പുറത്തേക്ക് പോകുന്നെങ്കിൽ അത് ദുർഗന്ധമായിരിക്കും. ദൈവനാമം ദുഷിക്കപ്പെടുന്ന നിലയിൽ അത് പ്രവർത്തിക്കത്തോളൂ. പറഞ്ഞാൽ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അതുകൊണ്ട് യേശുക്രിസ്തു നമ്മളിൽ ഉണ്ടെന്നുള്ള കാര്യം അങ്ങനെ നമുക്കറിയാം. അങ്ങനെ ആ ഒന്നാമത്തെ കാര്യം ഞാൻ അവിടെ അവസാനിക്കും. രണ്ടാമത്തെ കാര്യം കാണുന്നത് മത്തായി സുവിശേഷം 11-ാമത്തെ അധ്യായം 28-ാമത്തെ. മത്തായി സുവിശേഷം 11-ാം അധ്യായം 28-ാമത്തെ വായിക്കുന്നത്, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. എന്താണ് വാക്കിന്റെ അർത്ഥം? ചിലര് പറയുന്നതെന്നറിയാമോ? ഈ ഭൂമിയിലുള്ള മനുഷ്യന്റെ ആരോഗ്യത്തിന് അപ്പുറത്തുള്ള അധ്വാനത്തെ കുറിച്ചാണ് പറയുന്നത്. ജങ്ക് എന്ന് വെച്ചാൽ ലോകപ്രമാണിക്കുന്ന പണം, സമ്പത്ത്, പദവി ഇത്യാദി കാര്യങ്ങളെ വലിച്ചു കൂട്ടാൻ വേണ്ടി ദൈവത്തിൽ നിന്ന് അകന്നുപോയി ആ സമയവും ലോകത്തിൽ സ്പെൻഡ് ചെയ്തിട്ട് അല്ലെങ്കിൽ ചെലവാക്കിയിട്ട് അതിനെ വലിച്ചെടുപ്പിക്കുന്ന രീതിയിലാണ് അധ്വാനിക്കുന്നത്, ഭാരപ്പെടുന്നത്. ഞാൻ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ കിടന്ന് കഷ്ടപ്പെടുക. അത് നമുക്കറിയാമല്ലോ. കർത്താവായ യേശുക്രിസ്തു തന്റെ പരസ്യകാല ശുശ്രൂഷയിൽ 2 സഹോദരിമാര് കർത്താവിന്റെ അടുക്കൽ ചെന്നു. ആരൊക്കെ സഹോദരിമാര്? മാർത്തയും മറിയയും. അതിലൊരു സഹോദരി പറഞ്ഞു, കർത്താവേ, ഞാൻ ഈ അടുക്കള കിടന്ന് കഷ്ടപ്പെടുന്നത് വല്ല വിചാരമുണ്ടോ? നിന്റെ അടുത്തിരിക്കുന്ന ഈ മറിയയ്ക്ക് വല്ല വിചാരമുണ്ടോ? ഒന്നും സഹായിക്കത്തില്ല. ഞാൻ കിടന്ന് കഠിനമായിട്ട് അധ്വാനിക്കുക. എന്റെ അധ്വാനത്തെ കുറിച്ച് വല്ല വിചാരമുണ്ടോ? അതല്ല.
മറിയ നല്ല അംശം തിരഞ്ഞെടുത്ത് തന്റെ കാൽക്കലിരുന്ന് അവനെ ശുശ്രൂഷിക്കുന്നതും ആരാധിക്കുന്നതുമായിരിക്കുന്ന അധ്വാനിക്കുന്ന അനുഭവത്തെ കുറിച്ച് ഇനി പറഞ്ഞത് അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും പാപഭാരം ചുമന്ന് അതിൽ നിന്ന് ഒഴിവാകുവാൻ അധ്വാനിക്കുന്നവനെ കുറിച്ചാണ് പറഞ്ഞത്. എന്റെ പാപത്തിൽ നിന്ന് എന്നെ രക്ഷിപ്പാൻ ഞാൻ ഇനി എന്ത് ചെയ്യണം? ഞാൻ എവിടെ പോകണം? എനിക്ക് പാപമോചനം വേണം. എനിക്ക് പാപത്തിൽ നിന്ന് മോചിക്കപ്പെട്ട് രക്ഷിക്കപ്പെട്ട ദൈവപൈതലാ ജീവിക്കാൻ ഞാൻ എന്തൊക്കെ മാർഗമെന്ന് പറഞ്ഞുകൊണ്ട് അറിവില്ലാതെ അധ്വാനിക്കുവാണ്. ഒരു കാലത്ത് ഞാനും ഇങ്ങനെ അധ്വാനിച്ചിട്ടുണ്ട്. രക്ഷപ്പെടണം എന്ന് ആഗ്രഹിച്ച് ഒരുപാട് അമ്പലങ്ങളും പള്ളികളും അവിടെ ഇവിടെ എല്ലാം പോയി. എൻ്റെ ജീവിതം അനുഗ്രഹിക്കപ്പെടുമെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ ഭാര്യയും വിളിച്ചുകൊണ്ട് ഞാൻ പോയി. എൻ്റെ ബോംബെയിലൊരു മാഹിയും പള്ളിയുണ്ട്. 9 ബുധനാഴ്ച അടുപ്പിച്ച് പോയാൽ ഉദ്ദേശിച്ച കാര്യം സാധ്യമാണ്. എത്ര പ്രയാസപ്പെട്ടാലും കടം വാങ്ങിച്ചാലും ആ ദൂരത്തിൽ പോകും. ഞാൻ സൈക്കിളും ചവിട്ടി പോയിട്ടുണ്ട് അവിടെ കല്യാണത്തിന് മുമ്പ്. ഓക്കെ, ഞാൻ ആ വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നത് അധ്വാനിക്കുന്നതിനും ഭാരം ചുമക്കുന്നതിനുമായുള്ളവരെ നിങ്ങൾ എൻ്റെ അടുക്കൽ വരും, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. എന്താശ്വാസമാണ്? നിത്യമായ സമാധാനം, നിത്യമായ ആശ്വാസം, സ്വർഗീയ ആശ്വാസം. ഭൂമിയിലുള്ള വസ്തുവകകൾ സ്ഥാനമാനങ്ങളെ കുറിച്ചാണ് പറഞ്ഞത്. അല്ല, ഞാൻ നിന്നോടുകൂടി ഉണ്ട്, ഞാൻ നിന്നോടുകൂടി വസിക്കും. പോകട്ടെ, അടുത്ത കാണുന്നത് എന്താണെന്നറിയാമോ? ഈ പറഞ്ഞ കാര്യം കർത്താവ് ഈ പറയുന്നതിൻ്റെ സാരാംശം എല്ലാം നമ്മൾ അല്പം കൊണ്ട് പറഞ്ഞിരുന്നു. ആ കാര്യത്തെ നാം പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. ഈ പാപഭാരങ്ങളെ കുറിച്ചുള്ള കാര്യങ്ങളാണ് ഞാൻ കണ്ടു. അവിടെ കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന ആ പാപമോചനത്തിന്റെ അവസ്ഥയിൽ നിന്നുള്ള കാര്യങ്ങളാണ്. ഈ ലോകത്തിൽ ആരുമില്ല പാപം മോചിക്കപ്പെടുവാനായിട്ട്. പ്രപഞ്ചത്തിൽ ആരും നമുക്ക് കാണാൻ കഴിയത്തില്ല. കർത്താവല്ലാതെ ഒരു വ്യക്തിക്കും നമ്മളെ രക്ഷിപ്പാൻ കഴിയുകയില്ല. അധ്വാനിക്കുന്നതിനും ഭാരം നോക്കുന്നതിനുമായുള്ളവരെ നിങ്ങൾ എൻ്റെ അടുക്കൽ വരുമെന്ന് വിളിച്ച ഈ ലോകത്തിൽ ഏതെങ്കിലും ഒരു വ്യക്തിയെ കാണിക്കാൻ പറ്റുമോ? നിങ്ങൾ എൻ്റെ അടുക്കൽ വാ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്ന് ഒരുപാട് നവോത്ഥാന നായകന്മാരും വലിയ വ്യക്തികളും രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിത്തന്നവരും അല്ലാതെ അനേക ദൈവങ്ങളും ദൈവങ്ങളും ഒക്കെ ഉണ്ട്. ഇവരാരെങ്കിലും ഇവരുടെ പുരാണങ്ങളിലോ ഗ്രന്ഥങ്ങളിലോ എവിടെയെങ്കിലും നിങ്ങൾ എൻ്റെ അടുക്കൽ വരും, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഈ യേശു ക്രിസ്തു അല്ലാതെ പ്രപഞ്ചത്തിൽ, എൻ്റെ പ്രിയപ്പെട്ട വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, ഈ പ്രപഞ്ചത്തിൽ ഈ കർത്താവല്ലാതെ അങ്ങനെ ആരും ഒരിടത്തും വിളിച്ചിട്ടില്ല. എൻ്റെ അടുക്കൽ വന്ന് കാണുവിൻ, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവർ നിങ്ങൾ വന്ന് കാണുവിൻ, ആശ്വാസം പ്രാപിക്കും. നോക്കട്ടെ, അപ്പോൾ ഇനി അങ്ങനെ കാര്യങ്ങൾ നമ്മൾ വ്യക്തമായിട്ട് കാണുകയും മനസ്സിലാക്കുകയും ചെയ്യണം. അങ്ങനെ കർത്താവിൻ്റെ അനുഭവങ്ങളും വ്യക്തിജീവിതങ്ങളും നമ്മുടെ മുമ്പാകെ അങ്ങനെ അനേകമായിരിക്കുന്നുണ്ട്. എത്ര മഹത്തരമായ കാര്യങ്ങളാണ് കർത്താവ് നമുക്ക് വേണ്ടി ചെയ്തിരിക്കുന്നത്. ഇനി ഒരു വാക്കും കൂടെ അതുമായി ബന്ധപ്പെട്ട് ചിന്തിക്കാനുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം അതിൻ്റെ 33-ാമത്തെ വേദഭാഗം. യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം അതിൻ്റെ 33-ാമത്തെ വേദഭാഗം എന്താ പറഞ്ഞത്? നിങ്ങൾക്ക് എന്നിൽ സമാധാനം ഉണ്ടാകേണ്ടതിന് ഇത് ഞാൻ നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. വേറെ എവിടെയെങ്കിലും സമാധാനം ഉണ്ടോ? വേറെ ആരെങ്കിലും സമാധാനം തരുമോ? ഇനി ആരെങ്കിലും തന്ന സമാധാനം എത്ര നേരമാണ്? ഒരു സിഗരറ്റ് വലിച്ചാൽ തീരുന്നത് വരെ, ഒരു തമ്പാക്ക് വെച്ചാൽ തുപ്പിക്കളയുന്നത് വരെ, ഒരു ഗ്ലാസ് മദ്യം കുടിച്ചാൽ എൻ്റെ ലഹരി തീരുന്ന ചില മണിക്കൂറുകൾ, മറ്റെന്തെങ്കിലും ആഹാരം കഴിച്ചാൽ തൊണ്ടയിൽ ഇങ്ങോട്ട് ഇറങ്ങുന്നത് വരെ, ദഹിക്കുന്നവരെയല്ല തൊണ്ടയിൽ നിന്ന് ഇറങ്ങുന്നത് വരെ, മറ്റെന്തെങ്കിലും സുഖത്തിന് പോയ അല്പസമയങ്ങൾ, എല്ലാത്തിനും സമയപരിമിതിയുണ്ട്. എന്തുണ്ട്? സമയപരിമിതിയുണ്ട്. അല്പനേരങ്ങൾ മാത്രമാണ് എല്ലാത്തിനും ഉള്ളത്. ആ സമയപരിമിതിക്കുള്ളിൽ നമുക്ക് കാണാൻ കഴിയുന്ന അനുഭവത്തെയാണ് ഇവിടെ പറയുന്നത്. ഇവിടെ കർത്താവ് പറഞ്ഞെന്താണ്? നിങ്ങൾക്ക് എന്നിൽ സമാധാനം ഉണ്ടാകേണ്ടതിന് ഇത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. യേശു കുറിച്ച് തരുന്ന സമാധാനം അതെന്നേക്കുമുള്ളത്, അതെന്നേക്കും നിലനിൽക്കുന്നത്. ആ സമാധാനം ഉണ്ടാകേണ്ടതിനാണ് ഇത് സംസാരിച്ചിരിക്കുന്നത്. മറ്റെന്തെങ്കിലും പ്രവൃത്തികാര്യമെന്ന് പറഞ്ഞത്. അപ്പൊ സംസാരിച്ചത് കേട്ട് അനുസരിക്കുക പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുക. രണ്ടാമത്തെ 3-ാമത്തെ കാര്യത്തിലേക്ക് പോട്ടെ. 3-ാമത്തെ സബ്ജക്റ്റിലേക്ക് ഞാൻ പോവുകയാണ്. വരിക, അനുഗ്രഹം പ്രാപിക്കുക എന്നുള്ള കാര്യം. വരിക, ഞാൻ എവിടെ പാർക്കുന്നു, വന്ന് കാണുക എന്ന കാര്യം. വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായം 17-ാമത്തെ വാക്യം.
വെളിപ്പാട് പുസ്തകം 22-17 വരിക എന്ന് ആത്മാവും മണവാട്ടിയും പറയുന്നു. അതിന്റെ ആരംഭ ഭാഗം മാത്രം. വരിക എന്ന് ആത്മാവും മണവാട്ടിയും പറയുന്നു. വരാതെ ഒരു കാരണവച്ചാലും പ്രിയപ്പെട്ടവരെ ദൈവിക നന്മ അനുഭവിക്കാൻ കഴിയില്ല. മനസ്സിലാകും. ഇവിടെ വേദപുസ്തകത്തിലെ അവസാനത്തെ വിളിയാണിത്. ഈ ക്ഷണം വളരെ മഹത്തായ ഒന്നാണെന്ന് കാണാൻ കഴിയും. കൂടാതെ വേദപുസ്തകത്തിൽ ഉടനീളം അനേക വാഗ്ദാനങ്ങളുടെ ഒരു ജ്ഞാപക കുറിപ്പായിട്ടും കൂടി ഇത് നിലകൊള്ളുന്നുണ്ട്. അവങ്കിലേക്ക് വരുവിൻ എന്ന് ദൈവാത്മാവ് ഏവരെയും ക്ഷണിക്കുകയാണ്. ക്രിസ്തുവിന്റെ മണവാട്ടിയും സഭയും ഈ ക്ഷണം പ്രതിധ്വനിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അത് കേൾക്കുന്ന ഓരോ വ്യക്തികളും മറ്റുള്ളവരോടും അത് ഏറ്റുപറയണം. വരിക എന്ന് ആത്മാവും മണവാട്ടിയും പറയുന്നു, സഭയും പറയുന്നു, ദൈവം പറയുന്നു, മണവാട്ടിയും പറയണം. ഇനി വ്യക്തികളായിട്ടത് പറഞ്ഞുകൊണ്ടേയിരിക്കണം. വരിക. കാണുന്നവരെല്ലാവരും വിളിക്കുക. കർത്താവ് എന്താ ചെയ്തേ? തന്റെ പരസ്യകാല ശുശ്രൂഷ സമയത്ത് പോയപ്പോൾ ശിഷ്യന്മാരെ എല്ലാം വിളിച്ചു, വരിക വരിക, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും. വരിക. വരാതെ ഒരിക്കലും ദൈവപ്രവൃത്തി ചെയ്യാമെന്ന് വിചാരിക്കരുത്. രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, സഭയിൽ അടങ്ങിയിരുന്ന് വീട്ടിലടങ്ങി പോരാ. എന്തിനാണ് വിളിച്ചത്? ഈ കർത്താവ് വിളിച്ചത് എന്തിനാണ്? നിങ്ങളും പോയി മറ്റുള്ളവരെ വിളിക്കുക. വരിക. ദൈവത്തിന്റെ നന്മകളെ, മഹത്വങ്ങളെ അനുഭവിച്ചറിയുക. അവന്റെ ജീവജല നദിയിൽ ജീവിക്കുക എന്നുള്ള കാര്യങ്ങളാണ് ഇവിടെ നമ്മൾ വ്യക്തമായിട്ട് കണ്ടിരിക്കുന്ന കാര്യങ്ങള്. ആ ക്ഷണം പ്രതിധ്വനിപ്പിക്കുകയാണ്. ഇന്ന് കേൾക്കുന്ന ഓരോ വ്യക്തികളുടെയും ഉത്തരവാദിത്തം അത് ഏറ്റുപറയണം. പറയുന്നില്ല എങ്കിൽ നാം ദൈവത്തോട് കാണിക്കുന്ന കപടമാണ്, നന്ദികേട. നമ്മളത് പറയുന്നില്ല എങ്കിൽ ദൈവത്തോട് കാണിക്കുന്ന നന്ദികേട. ഞാൻ ജോലി സ്ഥലത്തായാലും വ്യക്തി ജീവിതത്തിലായാലും ഭവനത്തിലായാലും യാത്രയിലായാലും ദൈവം നമ്മളോട് പറയുന്നുണ്ട്, അവനെ വിളിക്കടാ, അവനെ വിളിക്ക്, അവനെ വിളിക്ക്, അവനോട് പറ. ദൈവാത്മാവ് നമ്മളോട് പറയുന്നത് അനേക 1000 പ്രാവശ്യം ഞാൻ കേട്ടിട്ടുണ്ട്. അനേക 1000 പ്രാവശ്യം അവനോട് പറ, അവനെ വിളിക്കുന്നു പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ അവിടെ എല്ലാം വിളിച്ചിട്ടുണ്ട്. വിളിക്കാത്ത വന്നിടത്തൊക്കെ വൈകുന്നേരം സമാധാനത്തോടെ ഉറങ്ങിയിട്ടുമില്ല. അതുകൊണ്ട് അവിടെ പോയി അവരെ പേടി, ഇവിടെ പേടി മാനുഷികമായിട്ടുണ്ട്, ഇല്ലാഞ്ഞിട്ടല്ല. പക്ഷേ അവിടെ യാതൊരു അർത്ഥമില്ലാത്ത കാര്യമാണ് പേടിക്ക്. അതിന് യാതൊരു പ്രസക്തിയില്ല പേടിക്ക്. കാരണം വിളിച്ചവൻ ആരാ? വിളിച്ചവൻ വിശ്വസ്തനാണ്, അത് നിലനിൽക്കുന്നവനാണ്, തൊടാൻ കഴിയാത്തവനാണ്. അവൻ ആദ്യ യുഗങ്ങൾക്ക് മുന്നമുള്ളവനാണ്. അവൻ ആദിയും അന്തവും അൽഫയും ഒമേഗയുമാണ്. അവൻ എന്നേക്ക് നിലനിൽക്കുന്നവനാണ്. ഞാൻ പോയിരിക്കുന്ന അങ്ങോട്ടേക്കാണ് എന്നെ വിളിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് മറ്റൊന്നിനും പ്രസക്തിയില്ല എന്ന് പറഞ്ഞത്. ഇനി ഒരു വാക്ക് ഇവിടെ കാണുന്നത് യോഹന്നാൻ സുവിശേഷം 7:38. യോഹന്നാൻ സുവിശേഷം 7:38. എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകും. സ്വത്രം. എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദി. ഏത് വചനത്തിന്റെ അടിസ്ഥാനത്തിലാ? തിരുവെഴുത്ത് പറയുന്നത് പോലെ. ലോക എഴുത്ത് പറയുന്നത് പോലല്ല, ലോക മനുഷ്യർ പറയുന്നത് പോലെയല്ല, സർക്കാർ പറയുന്നത് പോലെയല്ല, മറ്റു വ്യക്തികൾ പറയുന്നത് പോലെയല്ല. പിന്നെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നത് പോലെ കർത്താവിൽ വസിച്ചു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? കർത്താവിന്റെ ജീവിതത്തിൽ പിതാവിന് മഹത്വം കൊടുത്ത് അവനെ പ്രസാദിപ്പിച്ച് ഒടുവിൽ അവന്റെ കൽപ്പന അനുസരിച്ചുകൊണ്ട് കാൽവരി ക്രൂശിൽ പൂർണ്ണമായിട്ട് തന്റെ ആടുകൾക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്ന നല്ലിടയനായി അവൻ മരിക്കുന്നത് വരെ തിരുവെഴുത്തിന് വല്ല വള്ളിയും പുള്ളിയും മാറ്റിയോ കർത്താവ്? ഏതെങ്കിലും വള്ളിയും പുള്ളി മാറ്റിയോ? ഇല്ല. എന്ന് പറഞ്ഞതുപോലെ വിശുദ്ധ വേദപുസ്തകത്തിൽ സജുവായി എന്നോട് പറയുന്നത്, ഈ വചനം നിന്നോട് എന്ത് പറയുന്നു ആ വചനപ്രകാരം നീ വിശുദ്ധ ജീവിതം നയിക്കണം. മാനവജാതികളെ, മനുഷ്യനെയോ മറ്റുള്ളവന്റെ മുഖം നോക്കി അവന്റെ ഇഷ്ടപ്രകാരമല്ല. ദൈവം നിന്നോട് എന്താണ് പറഞ്ഞിരിക്കുന്നത്? തിരുവെഴുത്ത്, അതിൽ പ്രകാരം ജീവിക്കണം. അതാണ് ശുശ്രൂഷകൻ.
അതാകണം ശുശ്രൂഷകൻ. അവിടെ എന്താ പറഞ്ഞത്? ജീവജല നദികൾ ഒഴുകും. എന്താ ജീവജല നദി? ബാക്കിയെല്ലാം ചത്ത നദികളാണ്. ഇന്ന് പല നദികളും വറ്റി വരണ്ടുപോയി. ആ നദികളൊക്കെ ഇന്ന് പല കടലുകളും വറ്റി വരണ്ട് കരകളായിത്തീർന്നിരിക്കുക. കരകളിൽ നിന്ന് നദികളായിരിക്കുക. ഈ ലോകത്തെ നദികളെല്ലാം എന്താണ്? ജീവനില്ലാത്ത നദികളാണ്. അവരുടെ ഉള്ളിൽ വസിക്കുന്നതെല്ലാം പിശാചിൻ്റെതായ പ്രവൃത്തി ആയിരിക്കുന്നത് കൊണ്ട് അത് ജീവനില്ലാത്ത നദിയാണ്. ജീവജല നദി ക്രിസ്തുവിന്റെ. ഞാൻ ആ ജീവജല നദിയോട് ബന്ധപ്പെട്ട് ഒരു വാക്യം, ആ പാട്ട് കൊച്ചുനാളില് നയമയൊക്കെ കടയിൽ അമ്മച്ചി, തിരങ്കാവിൽ അമ്മച്ചി പാടി കേൾപ്പിക്കുന്നു. എന്താ വായിക്കുന്നത്? എന്താ പാടുന്നത്? ആ, ജീവജല നദിയിൽ നീന്തി കുളിക്കുവാനാശ, ഒന്ന് നീന്തി കുളിക്കുവാനാശ, മുട്ടോളമല്ല അരയോളമല്ല മുങ്ങി കുളിക്കുവാനാശ, മുങ്ങി കുളിക്കുവാനാശ, മുട്ടോളമല്ല അരയോളമല്ല മുങ്ങി കുളിക്കുവാനാശ, ജീവജല നദിയിൽ നീന്തി കുളിക്കുവാനാശ. ഇതുപോലെ ജീവജല നദി കർത്താവാണ്. നീന്തി കുളിക്കുവാനുള്ള ആശ പറഞ്ഞത്. പക്ഷെ അങ്ങനല്ല. പിന്നെ വന്നിട്ട് അവനിൽ മുങ്ങിക്കുളിക്കണം. പത്രോസ് അപ്പോസ്തലൻ പറഞ്ഞെന്താണ്? കർത്താവ് അരയിൽ തോർത്തെടുത്തിട്ട് പത്രോസ് അപ്പോസ്തലന്റെ കാല് കഴുകാൻ നിന്നപ്പോ ഓർക്കുമ്പം ഹൃദയം നിറയുവാണ്. കർത്താവെ, നീ എന്റെ കാല് കഴുകരുത്, ഞാൻ നിന്റെ കാല് കഴിവില്ല, നിനക്ക് എന്നിൽ യാതൊരു റിലേഷനും ഇല്ല, യാതൊരു റിലേഷനും ഇല്ല. അയ്യോ, അങ്ങനെയാണെങ്കിൽ നീ എന്നെ മൊത്തമായിട്ട് കഴുകണം എന്ന് പറഞ്ഞതുപോലെ നീന്തി കുളിക്കുവാനല്ല, മുങ്ങി കുളിക്കുവാൻ, മുട്ടോളമല്ല അരയോളമല്ല മുങ്ങി കുളിക്കുവാൻ എനിക്ക് ആശ. അതാണ് ജീവജല നദിയുടെ സാരാംശം. അതാകണം. ഇത് വർഷങ്ങൾക്ക് മുമ്പ് അവരുടെ കുഞ്ഞുനാളിൽ ഞാൻ കേട്ടതാണ്. ഇന്നത് ഇങ്ങനെ ഒരു പ്രയോജനത്തിലേക്ക് പോയി. അപ്പം ഞാൻ പറഞ്ഞത്, പ്രിയപ്പെട്ടവരെ, അങ്ങനെയാണ് ദൈവം നമ്മൾക്ക് കാണുന്നത്. ഇനി യെശയ്യാവിന്റെ പുസ്തകം 55-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം. അവിടെ യെശയ്യാവ് യേശുക്രിസ്തുവിന് വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞിരിക്കുന്നത്, അല്ലയോ ദാഹിക്കുന്ന ഏവനും ദ്രവ്യമില്ലാത്തവരുമായുള്ളവരെ വെള്ളത്തിന് വരുവിൻ. ദാഹിക്കുന്നവർ വന്നാൽ മതി എന്നുള്ള കാര്യങ്ങളാണ്. വെള്ളത്തിന് വരുവിൻ. എന്താണ്? പണമില്ല, പദവിയില്ല, സമ്പത്തില്ല, സ്ഥാനമാനമില്ല, ഒന്നുമില്ലാത്ത പാപികളായ മനുഷ്യന് ഇവന്റെ അധ്വാനം കൊണ്ടോ മറ്റെന്തെങ്കിലും കൊണ്ടോ ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് അവന്റെ ദാഹം ശമിപ്പിക്കുവാൻ കഴിയാതിരുന്ന്, അങ്ങനെ പ്രപഞ്ചത്തിൽ അവന്റെ അധ്വാനം കൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ധനം കൊണ്ടോ, നമ്മുടെ വെളിപ്പാട് കൊണ്ടോ, 1 പത്രോസ് ലേഖനം 1-ാം അധ്യായത്തിന്റെ വായിക്കണ്ട, എല്ലാവർക്കും അറിയാവുന്ന 18-19 വേദഭാഗം 17-18 എന്താണ്? നിങ്ങളുടെ പിതൃപാരമ്പര്യമായ നടപ്പിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തത് പൊന്നു വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, പിന്നെയോ നിർദോഷവും നിഷ്കളങ്കമായ കുഞ്ഞാടിന്റെ രക്തത്താലാണ്. നിന്റെ പണമുണ്ട്, വെള്ളിയുണ്ട്, പൊന്നുണ്ട്, ഇതുകൊണ്ടൊന്നും ഒരു രക്ഷയില്ല. നിന്റെ ദ്രവ്യം കൊണ്ട് വാങ്ങാൻ കഴിയുന്നതല്ല. ഇതൊന്നുമില്ലാത്ത, യാതൊരു നിർവാഹവും ഇല്ലാത്തവരെ വിളിക്കുവാണ്, വന്ന് വാങ്ങി കുടിക്കുക. അല്ലയോ ദാഹിക്കുന്ന ഏവനുമായുള്ളവരെ, ദ്രവ്യമില്ലാത്തവരുമായുള്ളവരെ വെള്ളത്തിന് വരുവിൻ. ദാഹിക്കുന്നവർ വന്നാൽ മതി എന്നുള്ള കാര്യങ്ങളാണ് മനസ്സിലാക്കുന്നത്. ദാഹിക്കുന്നു, പാപത്തിൽ ദാഹിച്ച് വലഞ്ഞിരിക്കുന്നവർ, അവർക്കേ ജീവജലം കിട്ടുകയുള്ളൂ. എന്തിന്റെ ദാഹമാണ്? ആത്മാവിന്റെ ദാഹമാണ്. എന്തിന്റെ ദാഹമാ? ആത്മാവിൽ ദാഹിക്കുന്നവൻ, ആത്മാവിന്റെ ദാഹം ശമിപ്പിക്കുവാൻ കർത്താവ് തന്റെ കാൽവരി ക്രൂശിലെ മരണത്താൽ ഒരുക്കിയിരിക്കുന്ന ആത്മരക്ഷ കൃപാവരങ്ങൾ എല്ലാവർക്കും തരുവാൻ വേണ്ടി സ്വർഗത്തിൽ ഒരുക്കിയിരിക്കുന്നുണ്ട്. അതിനുവേണ്ടി ആരാണോ താല്പര്യത്തോടെ വരുന്നത് അവർക്ക് കൊടുക്കുവാൻ നമ്മുടെ കർത്താവ് മതിയായവനായി തന്റെ മക്കളെ, നിങ്ങൾ എന്റെ അടുക്കൽ വരുവിൻ, ദാഹിക്കുന്നവരായുള്ളവരെ നിങ്ങൾ എന്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളുടെ ദാഹത്തെ ശമിപ്പിക്കാം, ഞാൻ നിങ്ങൾക്ക് ആശ്വാസം തരാം, ഞാൻ നിങ്ങളെ സംരക്ഷിക്കാം, ഞാനല്ലാതെ അതിനൊരു വഴിയും സത്യവും മാർഗവുമില്ല എന്ന് പരിശുദ്ധാത്മാ വരങ്ങളെ കുറിച്ച് നാം കഴിഞ്ഞ ദിവസം ചെറുതാണെന്ന് പറഞ്ഞിരുന്നു. പരിശുദ്ധാത്മാവ് വരങ്ങളാൽ നമ്മെ അനുഗ്രഹിച്ച് സ്വർഗ്ഗത്തിലിരിക്കുക. അത് നാം ഉപയോഗപ്പെടുത്തുന്നില്ല, കരസ്ഥമാക്കുന്നില്ല.
ഒരു മാതാപിതാക്കന്മാർ തൻ്റെ മക്കളുമാരെ വളർത്തി വലുതാക്കി ഒരു ഉപരിപഠനത്തിന് വീട് വിട്ട് എവിടെയെങ്കിലും നിൽക്കുമ്പോൾ ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യും? ബാങ്ക് അക്കൗണ്ട് തുറക്കും. അക്കൗണ്ട് തുറന്നിട്ട് ഒരു ATM കാർഡ് എടുക്കും. ATM കാർഡ് എടുത്തിട്ട് ആ അക്കൗണ്ടിൽ പൈസ ഇട്ടിട്ട് പറയും, മക്കള് നിങ്ങളുടെ ആവശ്യത്തിന് ഞാനത് തുടക്കം തൊട്ട് ചെയ്തിട്ടുണ്ട്, നിങ്ങളുടെ ആവശ്യത്തിന് അത് ഉപയോഗിക്കുവിൻ. അപ്പൻ മക്കൾക്ക് വേണ്ടി ബാങ്ക് അക്കൗണ്ട് തുറന്ന് പൈസ ഇട്ടു, ATM കാർഡ് എടുത്ത് കൊടുത്തു, നിങ്ങളിന്ന് ഉപയോഗിച്ചു കൊള്ളുക. ആ പൈസ ഉപയോഗിക്കണ്ടെന്ന് പറഞ്ഞ് അവിടെ ഇരുന്നാൽ അവരുടെ കാര്യങ്ങൾ നടക്കുമോ? വല്ല നടക്കുമോ? ഇതുപോലെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ സകല മനുഷ്യർക്കും ആത്മീയ അനുഗ്രഹങ്ങളായി ആത്മാവിന്റെ കൃപാവരങ്ങളെ ദൈവം സകലർക്കും വേണ്ടി നിക്ഷേപം ഒരുക്കി വെച്ചിട്ടുണ്ട്. അവൻ ബാങ്കിന്റെ ലോക്കറിൽ കൊണ്ട് വെച്ചിരിക്കുകയല്ല, പിന്നെയോ പൊതു പ്രയോജനത്തിനായി ഫലവത്തായി തീരുവാൻ തക്കണം ദൈവത്തിന്റെ കരങ്ങളിൽ ഇരിപ്പുണ്ട്. കർത്താവ് യേശുക്രിസ്തുവിൽ കൂടി സകലർക്കും അതെടുക്കാം. ആ പരിശുദ്ധാത്മാവിനെ ഉപയോഗപ്പെടുത്താം ആവശ്യത്തിന്. അങ്ങനെ ഉപയോഗിക്കുന്നവരുടെ ജീവിതത്തിലാണ് ആത്മാവിൻ്റെ കൃപാവരങ്ങളെ കാണാൻ പറ്റുന്നത്, ജ്വലിപ്പിക്കുന്നത് കാണാൻ പറ്റുന്നത്. അത് കണ്ടുകൊണ്ടാണ് ദൈവം സന്തോഷിക്കുന്നത്, മക്കളിൽ ആനന്ദിക്കുന്നത്. അവർക്ക് വേണ്ടിയാണ് കർത്താവ് എന്ത് ചെയ്യുന്നത്? സ്വർഗത്തിൽ ഏറ്റുപറയുന്നത്. എന്നെ ഏറ്റുപറയുന്നവരെ ഞാനും സ്വർഗത്തിൽ എൻ്റെ പിതാവിൻ്റെ നെല്ല് ഏറ്റുപറയുന്നത്. അത് ഉപയോഗിക്കുന്നവരുടെ ജീവിതത്തിലെ കാണാൻ പറ്റുമത്, അല്ലാത്തവരുടെ ജീവിതത്തിൽ കാണാൻ പറ്റില്ല. വ്യക്തമായിട്ട് മനസ്സിലാക്കുക. ഞാൻ അവിടെ നിന്ന് പോട്ടെ, നമ്മുടെ സമയത്തിൻ്റെ പരിമിതിക്കുള്ളിൽ പോയിരിക്കുന്നുണ്ട്. ഇവിടെ നാം അത് വ്യക്തമായിട്ട് കണ്ടു. ഇനി യെശയ്യാവിൻ്റെ പുസ്തകം 44-ന്റെ 3-ാമത്തെ വേദഭാഗം ഒരിക്കൽ കൂടെ പറഞ്ഞിരിക്കുന്നത്, ദാഹിച്ചിരിക്കുന്നിടത്ത് ഞാൻ വെള്ളവും വരണ്ട നിലത്ത് നീരൊഴുക്കുകളും പകരും. ദാഹിച്ചിരിക്കുന്നിടത്ത് ഞാൻ വെള്ളവും വരണ്ട നിലത്ത് യാതൊരു സാധ്യതയുമില്ല ഒരു മനുഷ്യന് രക്ഷപ്പെടാൻ. അവന് ജീവജല നദി ഒരുക്കുന്ന കർത്താവിനെ പഴയ നിയമത്തിൽ അനേക സ്ഥലത്തും കാണാം. ഇസ്രായേൽ മക്കളുടെ ബന്ധത്തിൽ യാതൊരു വെള്ള സാധ്യതയില്ലാത്തടത്ത് കർത്താവ് അവർക്ക് പല അനുഭവത്തിൽ കുടിക്കാൻ കൊടുത്തു, അല്ലേ? കുടിക്കാൻ പറ്റാത്ത കയ്പുള്ള സ്ഥലത്തും അവനത് മധുരമാക്കി കൊടുത്തു. ഒരു നിലയിലും വെള്ളമില്ലാത്ത വരണ്ട സ്ഥലത്ത് മരുഭൂമിയിൽ അവൻ വെള്ളത്തിൻ്റെ നീർച്ചോൽച്ചാലുകളെ അവൻ തുറന്ന് അവർക്ക് കുടിപ്പാൻ കൊടുത്തു. ഇതുപോലെ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. എന്നാലിവിടെ അതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ബാക്കി ഭാഗങ്ങൾ കാണുന്നു. മാത്രമല്ല ദൈവാനുഗ്രഹങ്ങൾ തരുന്നു. വരണ്ട നില നീരൊഴുക്കുകളും പകരും. അതുമാത്രമല്ല ദൈവാനുഗ്രഹങ്ങളും നമുക്ക് തരുന്നുണ്ട്. എന്താണ് ദൈവാനുഗ്രഹം? നിന്റെ സന്തതിയിന്മേൽ എൻ്റെ ആത്മാവിനെയും നിന്റെ സന്താനത്തിന്മേൽ എൻ്റെ അനുഗ്രഹങ്ങളെയും പകരും. അത് ഈ വരണ്ട സ്ഥലത്ത് ദൈവാത്മാവിൻ്റെ ജീവജല നദിയിൽ നീന്തി കുളിച്ചല്ല മുങ്ങിക്കുളിക്കുന്നവരുടെ ജീവിതത്തിൽ അവരുടെ മക്കളെ അപ്രകാരം കർത്താവിൻ്റെ വഴികളിൽ നടത്തുന്നവരെ കുറിച്ച് കർത്താവ് പറയുവാണ്, അത് നിമിത്തം നിന്റെ മക്കൾ അനുഗ്രഹിക്കപ്പെടും, നിന്റെ തലമുറ അനുഗ്രഹിക്കപ്പെടും. എങ്ങനെയൊക്കെയാണ് അനുഗ്രഹിക്കപ്പെടുന്നത് കണ്ടത്? യെശയ്യാവിന്റെ നമ്മൾ പറഞ്ഞിരിക്കുന്നത് അതെങ്ങനെയൊക്കെയാണ് അനുഗ്രഹിക്കുന്നത്? നിന്റെ സന്തതിമേൽ എൻ്റെ ആത്മാവിനെ, യേശുക്രിസ്തു ആത്മാവിനെ കൊടുത്തു. എന്നിട്ടോ രണ്ടാം പറഞ്ഞത് എന്താണ്? നിന്റെ സന്താനത്തിന്മേൽ എൻ്റെ അനുഗ്രഹത്തെയും പകർന്നു. പ്രിയപ്പെട്ടവരെ, ഇത് നിസ്സാര കാര്യമല്ല. ഇനി ഒരു വാക്യം കൂടെ കാണുന്നത് വെളിപ്പാട് പുസ്തകം 21-6. ദൈവത്തിൻ്റെ വലിയ സ്വർഗീയ അനുഗ്രഹങ്ങളെ കുറിച്ചാണ് കാണുന്നത്. ദൈവത്തിൻ്റെ വലിയ സ്വർഗീയ അനുഗ്രഹങ്ങളാണ്. അതിൽ നടക്കാത്തവർക്ക് നരകവും ഉണ്ടെന്ന് കാണാം. ആ വേദഭാഗം ഒന്ന് എടുത്ത് വായിച്ച് അവസാനിപ്പിക്കാം. വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വേദഭാഗം. ഓക്കെ, ഇവിടെ കണ്ടത് പിന്നെയും അവൻ എന്നോട് അരുളി ചെയ്ത് സംഭവിച്ചു തീർന്നു. ഞാൻ അൽഫയും ഒമേഗയും ആദിയും അന്തവുമാകുന്നു. ദാഹിക്കുന്നവന് ഞാൻ ജീവനുറവയിൽ നിന്ന് സൗജന്യമായി കൊടുക്കും. ജയിക്കുന്നവന് ഇത് അവകാശമായി ലഭിക്കും. ഞാൻ അവന് ദൈവവും അവൻ എനിക്ക് മകനുമായിരിക്കും. ആർക്കാണെന്ന് നോക്കണേ. ഇനി 8-ാമത്തെ വേദഭാഗം നോക്കി. ഇതൊന്നും അല്ലാത്തവരെ കുറിച്ച് പറഞ്ഞു നോക്കി. ഇതിനകത്തൊന്നും ഇല്ലാത്തവരെ കുറിച്ച് പറഞ്ഞു നോക്കി.
എന്നാൽ ഭീരുക്കൾ, അവിശ്വാസികൾ, അറുക്കപ്പെട്ടവർ, കൊലപാതകന്മാർ, ദുർനടപ്പുകാർ, ക്ഷുദ്രക്കാർ, ബിംബാരാധികൾ എന്നിവർക്കും പോസ്റ്റ് പറയുന്ന ഏവർക്കും, എന്ന് വെച്ചാൽ കള്ളം പറയുന്ന ഏവർക്കുമുള്ള ഓഹരി തീയും ഗന്ധവും കത്തുന്ന പോഹിയിലത്രേ. ഇത് രണ്ടാമത്തെ മരണം. അപ്പോ ഈ കർത്താവിന്റെ ജീവജല നദിയിൽ ഈ കർത്താവിന്റെ അനുഗ്രഹ നന്മകൾ പ്രാപിക്കുന്നവർ ഈ വഴികളിൽ നിന്നും പോവുകയല്ല. അതുകൊണ്ട് ഇപ്രകാരം ദൈവവിരോധപരമായിട്ട് ഈ ഭൂമിയിൽ പ്രവർത്തിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഓർക്കുക, എന്താണ്? ഭീരുക്കൾ, എന്തിനും ഭയപ്പാട്, ആത്മീയ ജീവിതത്തിൽ ഭയപ്പാട്, ശുശ്രൂഷയിൽ ഭയപ്പാട്, അധികാരികളെ ഭയപ്പെടുന്നത് എന്തിന്? ആരാധനയ്ക്ക് വരണ്ട, പ്രാർത്ഥനയ്ക്ക് വരണ്ട, കർത്തൃമേശ മാറ്റ. ആ ഭയം, ഭീരുത്വം നടക്കത്തില്ല. അടുത്തത് പറയുന്നത് എന്താണ് അറിയാമോ? അവിശ്വാസികൾ. വിശ്വാസികൾ എന്ന് പറയും സമൂഹത്തിൽ അവിശ്വാസപരമായ പ്രവൃത്തി കാണിക്കുകയും ചെയ്യുന്നത്, യേശു ക്രിസ്തുവിനെ വീണ്ടും തള്ളിക്കളയുന്നത്, സ്വന്തം ജീവൻ നിലനിർത്താൻ ഞാൻ ദൈവത്തിന്റെ മകനല്ല, ഞാൻ ക്രിസ്ത്യാനിയല്ല, പ്രതികാരനല്ല, ദൈവമകനല്ല എന്ന് പറഞ്ഞ് അവിശ്വാസത്തിൽ ജീവിക്കുന്നവർ. മൂന്നാമത് എന്താണെന്നറിയോ? അറക്കപ്പെട്ടവർ, വെറുക്കപ്പെട്ടവർ. പിന്നെ കാണുന്നത് കൊലപാതകന്മാർ എന്ന് വെച്ചാൽ അത് ഞാൻ വിശദീകരണത്തിലേക്ക് പോകുന്ന സമയത്ത് അതിൽ നിർത്തുവാണ്. വിശുദ്ധ വേദപുസ്തകത്തിൽ കൊലപാതകന്മാരെ കുറിച്ച് നമുക്ക് അറിയുന്നത്, സഹോദരന്മാരെ നിസാര എന്നും ഭാഗിക്കുന്നവരും കൊലപാതകനാണ് എന്നുള്ള കാര്യം, അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ ദുർനടപ്പുകാർ, വേണ്ടാത്ത പ്രവൃത്തികളും മുറുക്കാൻ ഇത്യാദി സിഗരറ്റ് മദ്യപാനം ഉപയോഗിക്കുന്ന ആരും സ്വർഗരാജ്യം കാണുമെന്ന് വിചാരിക്കരുത്. അങ്ങനെയുള്ളവർ ആരെങ്കിലും സഭയ്ക്കകത്തുണ്ടെങ്കിൽ അവരുടെ കാര്യം കഷ്ടമാണ്. അവരുടെ കാര്യം എനിക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല, നമുക്ക് ആർക്കൊന്നും ചെയ്യാൻ പ്രാർത്ഥിച്ചിട്ട് യാതൊരു പ്രയോജനവുമില്ല. ഞാനത് അവസാനിപ്പിക്കണമല്ലോ. അങ്ങനെയുള്ള കാര്യങ്ങൾ. ബിംബാരാധികൾ, ബിംബം എന്ന് പറഞ്ഞാൽ പണം, മറ്റ് പദവി, മറ്റിത്യാദി കാര്യങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാം ബിംബങ്ങളാണ്. അതിനെ ആരാധിക്കുന്നവരെ കുറിച്ച് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയുമ്പോൾ അനേക വിശ്വാസികൾ ഇവിടുന്ന് ഇതിൽ ഓടേണ്ടി വരും. ഞാൻ ഇതിനകത്തൊന്നും ഇല്ലെന്നുള്ളതാണ്. ആ കാര്യങ്ങളെ പ്രത്യേകം പറ്റുക. ഒരു വാക്യം ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുന്നത്, വായിക്കണ്ട, പറഞ്ഞു പോട്ടെ. യിരെമ്യാവിന്റെ പുസ്തകം 2-ാം അധ്യായത്തിൽ 13-ാമത്തെ വേദഭാഗം പറയുന്നത്, എൻ്റെ ജനം 2 ദോഷം ചെയ്തിരിക്കുന്നു. എൻ്റെ ജനം 2 ദോഷം ചെയ്തിട്ടുണ്ട്. എന്താണ് 2 ദോഷം? ഒന്നാമത്തേത്, അവർ ജീവജലത്തിന്റെ ഉറവയായി എന്നെ ഉപേക്ഷിച്ചു. രണ്ടാമത്തേത്, വെള്ളമില്ലാത്ത കിണറുകളെ, പൊട്ടക്കിണറുകളെ തന്നെ കുഴിച്ചിരിക്കുന്നു. ഇന്ന് കാണുന്നത് അതാണ്. അവർ ജീവജല നദിയായ കർത്താവാകുന്ന കിണറുകളെ ഉപേക്ഷിച്ചുകൊണ്ട് അവർ സ്വയം അവർക്ക് വേണ്ടി കിണറുകളെ കുഴിച്ചു. പൊട്ടക്കിണറുകളെ, വെള്ളമില്ലാത്ത കിണറുകളെ, ആശ്വാസമില്ലാത്ത കിണറുകളെ, സമാധാനമില്ലാത്ത കിണറുകളെ, ഭാരവും പ്രയാസവും ദുഃഖവും കണ്ണുനീരും രോഗവും ഉള്ള കിണറുകളെ അവർ കുഴിച്ചിരിക്കുക. എന്നിട്ട് ഓടുക, രക്ഷിക്കണേ, രക്ഷിക്കണേ, രക്ഷിക്കണേ. ഒരിടത്തു നിന്നും ആശ്വാസം കിട്ടുന്നില്ല, ആർക്കും അവരെ ആശ്വസിപ്പിക്കാൻ കഴിയുന്നില്ല. കാരണം അവരുടെ ജീവിതത്തിൽ യേശു ക്രിസ്തുവില്ല. ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുക. പ്രാരംഭത്തിൽ നാം ചിന്തിച്ച വേദഭാഗത്തിലേക്ക് ഒന്ന് വരട്ടെ. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 35, 36, 37 വേദഭാഗത്തിൽ നാം കണ്ടത് എന്താണ്? പിറ്റേന്നാൾ യോഹന്നാൻ പിന്നെയും തൻ്റെ ശിഷ്യന്മാർ 2 പേരുമായി അവിടെ നിൽക്കുമ്പോൾ കടന്നു പോകുന്ന യേശുവിനെ നോക്കിയിട്ട്, ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട് എന്ന് പറഞ്ഞു. അവൻ പറഞ്ഞത് 2 ശിഷ്യന്മാർ കേട്ടു യേശുവിനെ അനുഗമിച്ചു. കേട്ട ശിഷ്യന്മാർ യേശുവിനെ അനുഗമിച്ചു. എന്നിട്ട് യേശു തിരിഞ്ഞ് അവർ പിന്നാലെ വരുന്നത് കണ്ടിട്ട് അവരോട് ചോദിച്ചു, നിങ്ങൾ എന്തന്വേഷിക്കുന്നു എന്ന് ചോദിച്ചു. അവർ, റബ്ബി എന്ന് വെച്ചാൽ ഗുരു, നീ എവിടെ പാർക്കുന്നു എന്ന് ചോദിച്ചു. അവൻ അവരോട്, വന്ന് കാൺമിൻ എന്ന് പറഞ്ഞു. അങ്ങനെ അവർ വസിക്കുന്ന ഇടം അവർ കണ്ട് അന്ന് അവനോടുകൂടി പാർത്തു. അന്ന് തൊട്ട് അവനോടുകൂടി പാർത്ത്, നിന്നെ വിട്ട് ഞങ്ങൾ എവിടെ പോകും? ജീവജല നദി നിന്റെ പക്കലുണ്ട്, സ്വർഗീയാനുഗ്രഹം നിന്റെ പക്കലുണ്ട്, പാപപരിഹാരം നിന്റെ പക്കലുണ്ട്, രോഗസൗഖ്യം നിന്റെ പക്കലുണ്ട്, എനിക്ക് വേണ്ടുന്ന സകലതും നിന്റെ പക്കലുണ്ട്. നിന്നെ വിട്ട് ഞാൻ എവിടെ പോകും? എനിക്കൊന്നും വേണ്ട, ലോകം വേണ്ട, അതിലുള്ളതൊന്നും വേണ്ട, നിന്നെ മതി. എന്റെ കർത്താവേ, എനിക്ക് നിന്നെ ഒന്ന് കണ്ടാ മതി, എനിക്ക് നിന്നെ ഒന്ന് കണ്ടാ മതി. എൻ്റെ ആഗ്രഹം അതാണ് ക്രിസ്തീയ ജീവിതം. പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. നാം ഓരോരുത്തരും കർത്താവിൽ ഇരിക്കുന്നു എന്ന് നമ്മൾ പരിശോധിക്കുന്നു. നമ്മുടെ വിശ്വാസ ജീവിതം നമ്മുടെ കർത്താവിലാണോ? ഞാൻ ജീവിക്കുന്നത് ക്രിസ്തുവിലാണോ? എൻ്റെ കർത്താവ് എന്നിലുണ്ടോ? ഞാൻ കർത്താവിൻ്റെ ആയിരിക്കുന്ന ഏതെങ്കിലും ഫലം, മുന്തിരിവള്ളി വസിച്ചിട്ട് കൊമ്പുകളാൽ ഞാൻ നല്ല ഫലം പുറപ്പെടുവിക്കുന്നുണ്ടോ? എന്നിൽ നിന്ന് ജീവജല നദിയാണോ ഒഴുകുന്നത്?
മറ്റുള്ളവരെ രക്ഷിക്കുന്ന ജലനിധിയാണോ ഞാൻ പറയുന്നതും പ്രവർത്തിക്കുന്നതുമൊക്കെ? ഞാൻ സഞ്ചരിക്കുന്ന എൻ്റെ കർത്താവിൻ്റെ ഏതെങ്കിലും സ്വഭാവം എൻ്റെ ജീവിതത്തിൽ ഉണ്ടോ? ഞാൻ കേവലം വന്ന് അപ്പം നിന്ന് പാനപാത്രം കുടിച്ച് പോകുന്ന അവസ്ഥയിലാണോ? നാളെ ഞാൻ ഇവിടെ വിട്ട് പോകും. എൻ്റെ പ്രാണൻ എൻ്റെ ശരീരത്തിന് പോകും. എൻ്റെ ആത്മാവ് ഞാൻ കാത്തിരിക്കുന്ന പ്രിയമിരിക്കുന്ന എൻ്റെ കർത്താവിൻ്റെ അടുക്കിലേക്ക് ഞാൻ ചെല്ലുമോ എന്ന് ഇപ്പോൾ ഇവിടെ വെച്ച് തിരഞ്ഞെടുത്തു കൊള്ളുക, ആലോചിച്ചു കൊള്ളുക. ബറോവയിലെ വിശ്വാസികളെ പോലെ ഞാൻ പറയുന്നില്ല അങ്ങനെ തന്നെ എന്ന് ചിന്തിക്കാതെ നിങ്ങൾ വീട്ടിൽ പോയി അതൊന്നും കൂടെ പരിശോധിക്കുക. നിങ്ങളുടെ ആത്മാവിൻ്റെ വില നിങ്ങളുടെ കയ്യിൽ തന്നെയാണ് ഇരിക്കുന്നത്. നിങ്ങൾ കൊടുത്തേ പറ്റൂ. കർത്താവെല്ലാം ഒരുക്കി വെച്ചിട്ടുണ്ട്. ആ ആത്മാവിനെ സ്വീകരിക്കുക. ATM കാർഡിട്ട് പൈസ എടുക്കുന്നത് പോലെ ഞാൻ എൻ്റെ കർത്താവിനെ കൂടെ അവൻ്റെ പരിശുദ്ധാത്മാവിനെ വലിച്ചു കൊണ്ടിരിക്കുക. അവൻ്റെ കൃപാവരങ്ങൾ കൊണ്ട് യാചിക്കുക. അവൻ്റെ കൃപാവരങ്ങളിൽ സന്തോഷിക്കുക. അവൻ്റെ പ്രവർത്തനങ്ങളിൽ മുന്നേറുക. ദൈവം നമ്മളെ ഏവരെയും അനുഗ്രഹിക്കട്ടെ. വരും ദിവസങ്ങളിൽ കർത്താവിൻ്റെ വിശുദ്ധിയിൽ ജീവിപ്പാൻ നമ്മെ സഹായിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ദൈവനാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ.